പരീക്ഷകൾക്ക് തയ്യാറെടുക്കുമ്പോൾ സിലബസിലുള്ള ഏതെങ്കിലും ഒരു ടോപ്പിക്ക് മാറ്റി നിർത്തി പഠിക്കുന്നത് ബുദ്ധിയായിരിക്കില്ല. കാരണം ഏത് ടോപ്പിക്കിൽ നിന്നാണ് ഏറ്റവും എളുപ്പമുള്ള ചോദ്യങ്ങൾ വരിക എന്ന് നമുക്ക് ഒട്ടും പറയാൻ സാധിക്കില്ല. 10th പ്രിലിംസ് പോലെയുള്ള പരീക്ഷകളിൽ 20 മാർക്കാണ് സയൻസിന്. സയൻസിനോടുള്ള അലർജി കാരണം നിങ്ങൾ സയൻസ് ചോദ്യങ്ങൾ മാറ്റി നിർത്തിയാണ് പഠിക്കുന്നതെങ്കിൽ അത് അപകടകരമാണ്. നോക്കൂ, ആവർത്തിക്കപ്പെട്ട എന്നാൽ എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റാവുന്ന സയൻസ് ചോദ്യങ്ങളുണ്ട്. ഇന്ന് നമ്മളതാണ് പഠിക്കാൻ പോകുന്നത്. ആവർത്തന പട്ടിക, അതല്ലെങ്കിൽ ഒരുപാട് വിത്തിനങ്ങൾ, സങ്കര ഇനം വിത്തുകൾ, അതല്ലെങ്കിൽ ഓക്സിജനെ കുറിച്ചുള്ള പുതിയ വിവരങ്ങൾ. ഇവ കേൾക്കുമ്പോൾ നിങ്ങൾ മാറ്റിവെക്കാറുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ ക്ലാസ് മുഴുവൻ കാണൂ. എന്നാൽ ഞാൻ ഉറപ്പ് പറയുന്നു, നിങ്ങൾക്ക് എളുപ്പം മനസ്സിലാകും ഈ കൺസെപ്റ്റുകൾ. അത്തരം ലളിതമായ കൺസെപ്റ്റുകൾ എന്നാൽ നിങ്ങൾ മാറ്റിവെച്ചതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഹായ് ഫ്രണ്ട്സ്, വിൻഡോസ് ജൂവിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ രഘുനന്ദൻ എം പി. ഇപ്പം ക്ലാസ്സിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമുക്ക് നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഡെയിലി യൂട്യൂബ് വീഡിയോകൾ ലഭിക്കും. ആ ഡെയിലി യൂട്യൂബ് വീഡിയോകൾ മാത്രമല്ല, അതിനോടൊപ്പം നിങ്ങൾക്ക് ആ യൂട്യൂബ് വീഡിയോയിൽ നിന്നുള്ള ഒരു ഓൺലൈൻ എക്സാം പിറ്റേ ദിവസം ചെയ്യാം. അതിൻ്റെ PDF ലഭിക്കും. ഈ 2025 മുഴുവൻ നിങ്ങൾക്കറിയാലോ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഏറ്റവും പ്രധാനപ്പെട്ട ഖനി. ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ പിന്നെ SCERT ടെക്സ്റ്റ് ബുക്ക്, ആ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ആ ചോദ്യങ്ങളോട് ബന്ധപ്പെട്ട SCERT പാഠഭാഗങ്ങളും നിങ്ങൾക്ക് പറഞ്ഞു തരുന്ന ഈ പങ്ക്തി തുടരും ഫ്രീ ആയി. അതിൽ നിന്നുള്ള എക്സാമും ലഭിക്കും. ഓരോരോ എക്സാം വരുമ്പോഴും ആ എക്സാമിനനുസരിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ക്ലാസ്സുകളുമായിരിക്കും. അത്തരം ക്ലാസ്സുകളിൽ ജോയിൻ ചെയ്യാൻ, 2025 തന്നെ നിങ്ങളുടെ സർക്കാർ ജോലി ഉറപ്പിക്കാൻ, പരീക്ഷകളുടെ ട്രെൻഡ് അറിയാൻ, പുതിയ PSC നോട്ടിഫിക്കേഷനുകൾ അറിയാൻ, 10th ലെവൽ എക്സാമുകൾക്ക് പ്രിപ്പയർ ചെയ്യുന്ന ഒരാളാണെങ്കിൽ താഴെയുള്ള വാട്സപ്പ് ഗ്രൂപ്പിൽ കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഉണ്ട്. ആ ലിങ്കിൽ ജോയിൻ ചെയ്യുക. ഓക്കെ, നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സങ്കര ഇനം പാവലേത് എന്നുള്ളൊരു ചോദ്യമാണ്. നോക്കൂ, പാവലിനെ കുറിച്ചാണ് ചോദ്യം. നിങ്ങൾ റാങ്ക് ഫയൽ എടുത്തു നോക്കുമ്പോഴോ മറ്റു കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോഴോ ഒരുപാട് വിത്തിനങ്ങളെ കാണാം. ഹായ് ഫ്രണ്ട്സ്, 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങൾ വിത്തിനങ്ങൾ വളരെ കുറവാണ്. അത് മാത്രം പഠിച്ചു പോയാൽ മതി. അതിനപ്പുറത്തൊരു ചോദ്യം വന്നാലോ നിങ്ങൾ അറ്റൻഡ് ചെയ്യേണ്ട. പക്ഷേ ഇന്നേ വരെ 10th പ്രിലിംസിന് ചോദിച്ച ചോദ്യങ്ങൾ മുഴുവൻ ടെക്സ്റ്റ് ബുക്കിലെ ഒരിത്ര പോകുന്നൊരു ടേബിളിൽ നിന്നാണ്. ആ ടേബിൾ നമുക്കിന്ന് പഠിച്ചെടുക്കാം, ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. നോക്കൂ, പാവൽ എന്ന് പറയുമ്പോൾ ഞാൻ ഓർത്തു വെക്കാൻ ഒരു കോഡ് ഉണ്ടാക്കുക. ഞാനല്ല യഥാർത്ഥത്തിൽ കോഡ് ഉണ്ടാക്കേണ്ടത്, നിങ്ങളാണ്. നിങ്ങൾ നോക്കൂ, പാവൽ ഇനങ്ങൾ ഏതെല്ലാം ഉണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് നോക്കുക. പാവലിൻ്റെ ഇനങ്ങൾ പ്രീതി, പ്രിയങ്ക. ഒന്ന് കണക്ഷൻ ഉണ്ടാക്കൂ. നിങ്ങൾക്കറിയാവുന്ന ഒരു കഥ. ഞാൻ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? എനിക്ക് കയ്പ്പയ്ക്ക ഇഷ്ടമായിരുന്നില്ല. അപ്പം ചെറുപ്പത്തിൽ എന്നെ കൊണ്ട് കയ്പ്പയ്ക്ക കഴിപ്പിക്കും. അപ്പോൾ അമ്മ, അതല്ലെങ്കിൽ എൻ്റെ വീട്ടിലുള്ള ആളുകൾ എടുക്കുന്ന ഒരു തന്ത്രം എന്താണ്? സോപ്പിടും. മോനല്ലേ, നല്ല കുട്ടിയല്ലേ, അത് ചെയ്താൽ ഇങ്ങനെയാവും, ഓമനിക്കും. നമ്മുടെ പ്രീതി നേടി നമ്മളെ പ്രിയരാക്കിയാണ് അന്ന് കയ്പ്പയ്ക്ക തന്നിരുന്നത്. ദാറ്റ്സ് ആൾ. ഇനി അത് കേൾക്കുമ്പോൾ എനിക്ക് ആ ത്രെഡ് ഓർമ്മ വരും. നിങ്ങളൊന്ന് ഓർമ്മിച്ചെടുക്കണം. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കുളിക്കുമ്പോഴോ യാത്ര ചെയ്യുമ്പോഴോ അതല്ലെങ്കിൽ നിങ്ങളുടെ ഒഴിവ് സമയങ്ങളിൽ നിങ്ങളിതൊന്ന് ഓർത്തെടുക്കുക. നിങ്ങളുടെ കുട്ടികളോട് ഈ കഥ പറയുക. നിങ്ങളുടെ മനസ്സിലേക്ക് അത് വീണ്ടും ഉറയ്ക്കും. പാവൽ, പ്രീതി, പ്രിയങ്ക. അപ്പം പയറോ? ഇനി നോക്കൂ, നിങ്ങൾക്ക് എവിടെയെങ്കിലും തെറ്റുമോ? തെറ്റില്ല. പാവൽ പ്രീതിയും പ്രിയങ്കയുമാണ്. അതുകൊണ്ട് പാവൽ, പ്രിയങ്ക എന്ന് കിട്ടി. ഇനി നോക്കൂ, അടുത്തത് നമുക്ക് നോക്കാം. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ എന്നുള്ള ഭാഗത്ത് നെല്ല്. ഈ തന്ന വിത്തിനങ്ങളിൽ നമുക്കറിയാം, ഈ തന്നവയിൽ ഏറ്റവും ചെറുത് നെല്ലല്ലേ? നെല്ല്, പയർ, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി. അതിൽ നെല്ലല്ലേ? ഹ്രസ്വ നെല്ല്. ഇങ്ങനെ കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കൂ. ഈസി ആയിട്ട് സാധിക്കും. കണക്ഷൻ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ നിങ്ങളാണ് കണക്ഷൻ ഉണ്ടാക്കാൻ വേണ്ടി ചിന്തിക്കുന്നത്. പഠനം ഒരു പ്രോസസ്സാണ്. ആ ചിന്ത തന്നെ നിങ്ങളെ അതിൻ്റെ പേരുറപ്പിക്കും. നിങ്ങൾക്ക് അവിടെ ഒരു കണക്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ പോലും അതവിടെ തങ്ങി നിൽക്കും. ഇനി നെല്ല്, അന്നപൂർണ. അന്നം എന്ന് ഓർക്കുമ്പോൾ നെല്ലല്ലേ, നമുക്ക് അരിയല്ലേ ആദ്യമായിട്ട് വരിക. തക്കാളിയും പച്ചക്കറികളും ഒന്നുമല്ലല്ലോ. അപ്പം അവിടെ കിട്ടി നെല്ല്. അത് വളരെ പവിത്രവുമാണ്. പവിത്ര, ഹ്രസ്വ, അന്നപൂർണ. പയറുമായിട്ട് നിങ്ങളൊന്ന് ഓർത്ത് നോക്കൂ. ഞാൻ എങ്ങനെ ഓർക്കുക? പയറല്ലേ? ഈ നെല്ല്, പയർ, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി. അതിൽ ഒലഞ്ഞു കിടക്കുക ആരാണ്? ഒലഞ്ഞ് ബലമില്ലാതെ കിടക്കുന്നത് പയറല്ലേ? അപ്പം ലോലന്മാർ അല്ലേ? അവരെയല്ലേ നമ്മൾ വളരെ ലോലന്മാരാണെന്ന് പറയുക.
അപ്പൊ ലോല അതിനാണ്. പയർ കൊണ്ട് ഞങ്ങൾ ചെറുപ്പത്തിൽ മാല ഉണ്ടാക്കി കളിക്കാറുണ്ട്. നിങ്ങൾ കളിക്കാറുണ്ടോ അറിയില്ല. പയറിന്റെ തൊലി ഇങ്ങനെ എടുത്ത് ഇങ്ങനെ കഷ്ണം കഷ്ണാക്കി വീട്ടിൽ നിന്ന് ചീത്ത വെക്കും. അന്ന് വീട്ടിൽ പയറുണ്ടാവും. അപ്പോൾ പയർ, ലോല, മാല, മാലിക. മാല അണിയുന്നത് പെൺകുട്ടികളല്ലേ, ഭാഗ്യലക്ഷ്മി, ജ്യോതിക. പച്ചമുളക് വായയിലിട്ടാൽ എരിവിന്റെ ജ്വാല ഉണ്ടാവില്ലേ, ഉജ്ജ്വല, ജ്വാലാമുഖി. കേൾക്കുമ്പോ തന്നെ ഒരു എരിവ് വരുന്നില്ലേ? അപ്പൊ വെള്ളം കുടിക്കുമ്പോഴോ അതിനൊരു അനുഗ്രഹം കിട്ടുള്ളൂ. അതും കൂടി ഓർക്കുക. വെണ്ട കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഈ കാണുന്നതിലൊക്കെ വെണ്ടയാണ് സൂര്യന്റെ കിരണങ്ങൾ പോലെ. നമ്മളോട് ഇപ്പോൾ ഒരു സൂര്യന്റെ കിരണം ഉണ്ടാക്കാൻ പറഞ്ഞു. നെല്ല്, പയറ്, പച്ചമുളക്, വെണ്ട, വഴുതന, തക്കാളി ഒക്കെ കൊണ്ട് നമ്മൾ എന്തുകൊണ്ടാ അതിൽ കിരണങ്ങൾ ഉണ്ടാക്കുക? സൂര്യന്റെ കിരണങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയത് ഏതന്നെയാണ്? വെണ്ട തന്നെയാണ്. കാരണം വെണ്ടയുടെ അഗ്രഭാഗം കൂർത്തിട്ടാണ്. അപ്പൊ നിങ്ങൾക്ക് അങ്ങനെ ആലോചിക്കാം, വെണ്ടയാണ് അവിടെ സൂര്യന്റെ കിരണങ്ങൾ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത്. അങ്ങനെ അപ്പൊ നിങ്ങൾക്ക് കിട്ടി. വെണ്ടയ്ക്ക് സൂര്യനല്ലട്ടാ, കിരണം, സൂര്യന്റെ കിരണം. വെണ്ട സൂര്യന്റെ കിരണം. അർക്കൻ എന്ന് പറഞ്ഞാലും സൂര്യനാണ്. അപ്പൊ കിരൺ, അർക്ക. അങ്ങനെയുള്ള കിരണങ്ങൾ പുറത്തേക്ക് പോയിട്ടാണ്, നമ്മുടെ സൽപ്രവർത്തനങ്ങളുടെ കിരണങ്ങൾ പുറത്തേക്ക് പോയിട്ടാണ് നമുക്ക് സൽകീർത്തി ഉണ്ടാവുന്നത്. സൂര്യനെ പോലെ കീർത്തിമാനാകട്ടെ എന്നൊക്കെ പറയാറില്ലേ? അനാമിക. എന്നിട്ടോ നമ്മൾ എന്താണ് പറയുന്നത്? അനാമിക. ആ കീർത്തി എങ്ങനെയായിരിക്കണം? അത് ആ പേരിൽ മാത്രമായിരിക്കരുത്, പേര് കൊണ്ടായിരിക്കരുത്, നമ്മുടെ പ്രവൃത്തി കൊണ്ടായിരിക്കണം. അങ്ങനെ ഓർത്തു വെക്കുക. അനാമിക. ഒരു കണക്ഷൻ ഉണ്ടാക്കി വെക്കുക. വഴുതന എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാലോ, വഴുതന. വെണ്ടയിൽ എന്തുണ്ട്? സൂര്യന്റെ കിരണമുണ്ട്. വഴുതന എന്ന് പറയുമ്പോൾ നമ്മളൊരു നീല സൂര്യനെ അല്ലെങ്കിൽ ഒരു വയലറ്റ് സൂര്യനെയാണ് ഉണ്ടാക്കുന്നത് എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ വഴുതനയ്ക്കല്ലേ വ്യത്യസ്ത കളറുള്ളത്? ഇപ്പൊ വയലറ്റ് സൂര്യനെ നമ്മൾ ഉണ്ടാക്കി. സൂര്യ. ഇനി നോക്കൂ, കളറ് വരുമ്പോ മുഴുവൻ വഴുതനയാ. വെള്ള വഴുതന, പച്ച വഴുതന, നീല വഴുതന, ഹരിത, നീലിമ, ശ്വേത, സൂര്യ. തക്കാളിക്ക് നിങ്ങളൊരു കഥയുണ്ടാക്കൂ. മുക്തി, അനഘാക്ഷയ, നിങ്ങളൊരു കഥയുണ്ടാക്കൂ. അതുപോലെ പാവലിന് ഞാൻ പറഞ്ഞതിൽ ഇന്നൊരു വ്യത്യസ്തമായ കഥ നിങ്ങൾക്ക് ഉണ്ടാവുന്നതെങ്കിൽ കഥയുണ്ടാക്കി നിങ്ങൾ ഒന്ന് പോസ്റ്റ് ചെയ്യൂ ഈ യൂട്യൂബ് വീഡിയോയുടെ താഴെ. അത് വാക്കുകൾ ഉപയോഗിച്ചിട്ടാവാം. ഇപ്പോ നോക്കൂ, അന, അക്ഷയ, മുക്തി, ആദ്യത്തെ വാക്കുകൾ ഉപയോഗിച്ചിട്ടൊക്കെ ആവാം. ഇനി നമുക്കുള്ളത് തെങ്ങാണ്. തെങ്ങുമായി ബന്ധപ്പെട്ട് ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ. പുതിയ ഇതിൽ ചന്ദ്രലക്ഷയും ചന്ദ്രശങ്കരയും മാത്രമേ ഉള്ളൂ. പഴയതിലാണ് എന്തുകൂടിയുള്ളത്? ലക്ഷഗംഗയുള്ളത്. പഴയ SCRT പാഠത്തിൽ. പുതിയ SCRT പാഠത്തിൽ ഒന്നുകൂടി കുറച്ചിരിക്കുന്നു. ഇതേ വിത്തിനങ്ങളാണ് ഇതിൽ നിന്ന് ഒരുപാടെണ്ണം ഒഴിവാക്കിയിരിക്കുന്നു. അത് പച്ചക്കറി, നേരത്തെ പറഞ്ഞ തക്കാളിയിലും വഴുതനയിലും നെല്ലിലൊക്കെ ആണെങ്കിലും. ഓക്കെ, നെല്ലിൽ എനിക്ക് തോന്നുന്നത് ഏതില്ല, ഹ്രസ്വയുണ്ട്, അന്നപൂർണയുമുണ്ട്, മൂന്നാമത്തതില്ല. അതുപോലെ തന്നെ മറ്റേ പയറിൽ ഒഴിവാക്കിയിട്ടുണ്ട്. പക്ഷെ പഴയ പാഠപുസ്തകത്തിൽ നമ്മൾ പഠിച്ചിരിക്കണം. അപ്പൊ ഇതിൽ പഴയ പാഠപുസ്തകത്തിൽ ഈ ചന്ദ്രലക്ഷ, ചന്ദ്രശങ്കര, ലക്ഷഗംഗ എന്ന് മാത്രമല്ല, മറിച്ച് അത് ഏതെല്ലാം ഇനങ്ങളിൽ നിന്നാണ്, ഏതിന്റെ ഇനങ്ങളുടെയൊക്കെ സങ്കര ഇനമാണ് എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ ചന്ദ്രലക്ഷ, ചന്ദ്ര എന്ന് കേട്ടാൽ ഉറപ്പിക്കുക അവിടെ ചാവക്കാട് ഉണ്ടായിരിക്കും. ലക്ഷ എന്ന് പറഞ്ഞാൽ ലക്ഷദ്വീപ് ആയിരിക്കും. കിട്ടിയില്ലേ? ചന്ദ്രലക്ഷ ഏതൊക്കെ ചേർന്നതാ? ലക്ഷദ്വീപ് ഓർഡിനറിയും ചാവക്കാട് ഓറഞ്ചും ചേർന്നതാണ് ചന്ദ്രലക്ഷ. ടോൾ ഇൻറ്റു ഡോർഫ്. ഡാർഫ് എന്ന് പറഞ്ഞാൽ കുഞ്ഞൻ. അപ്പൊ ടി ഇൻറ്റു ഡി. അപ്പൊ ഇവിടെ നോക്കുക, ലക്ഷദ്വീപ് വെസ്റ്റ് കോസ്റ്റ്, ഈസ്റ്റ് കോസ്റ്റ്, ഇവിടെയൊക്കെ ഉള്ളത് ഉയരമുള്ള തെങ്ങുകളാണ്. എന്നാൽ ചാവക്കാട് ഈ കളറ് വരുമ്പോൾ, ഓറഞ്ച് എന്നൊക്കെ വരുമ്പോൾ അത് കുഞ്ഞനാണ്. അപ്പൊ ടി ഇൻറ്റു ഡി. അപ്പൊ ആദ്യം ടോള് കൊടുക്കുക, പിന്നെ എന്ത് കൊടുക്കുക? പിന്നെ ഡ്വാർഫ്, കുള്ളനെ കൊടുക്കുക. ഇനി ചന്ദ്രശങ്കര, ഞാൻ നേരത്തെ പറഞ്ഞു, ചന്ദ്രശങ്കര എന്ന് പറയുമ്പോൾ അത് ഡോർഫ് ഇൻറ്റു ടോളാണ്. എങ്ങനെയാ? ചാവക്കാട് ഓറഞ്ച് ഇവിടെ ആദ്യം വന്നത്, വെസ്റ്റ് കോസ്റ്റ് ടോളും വന്നത്. ഇവിടെ നമുക്ക് ഇങ്ങനെ ഓർക്കാം, ഇവിടെ ഡി ഇൻറ്റു ടി ആവുമ്പോൾ ചന്ദ്രശങ്കരയ്ക്ക് തല തിരിഞ്ഞു എന്ന് വിചാരിക്കുക. മാതൃവൃക്ഷമാണ്, നിങ്ങൾ അങ്ങോട്ടേക്കൊന്നും ദൂരെ പോണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ ചന്ദ്രശങ്കര, അവിടെ ചന്ദ്ര എന്ന് വരുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് ചാവക്കാട് വരും. ശങ്കര എന്ന് പറഞ്ഞാൽ അത് വെസ്റ്റ് കോസ്റ്റ് ആണ്. വെസ്റ്റ് കോസ്റ്റ് വരുമ്പോഴാണ് ശങ്കര എന്ന് വരുന്നത്. അപ്പൊ ലക്ഷഗംഗയോ? ലക്ഷദ്വീപ്, ഗംഗാബോന്തം. ഈസി ആയിട്ട് കിട്ടിയില്ലേ? ഇത് ഓർമ്മ വന്നില്ലേ ആരൊക്കെ തമ്മിൽ ചേർന്നു എന്നുള്ളത് അവിടെ തന്നെ ഉണ്ട്. ഏതൊരു ചോദ്യവും ഒന്ന് മനസ്സിരുത്തിയാൽ നമുക്കിതുപോലെ കണക്ഷൻ കിട്ടും. ശാസ്ത്രീയമായി തേനീച്ച വളർത്തുന്ന രീതിയാണ് എപ്പിക്കൾച്ചർ.
ഇനി ഒരുപാട് എണ്ണത്തെ പഠിക്കേണ്ട, ഇതും ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് വന്നതാണ്. ടെക്സ്റ്റ് ബുക്കിലെ ഈ പാഠം ഞാൻ PDF ആയിട്ട് തരേണ്ടത്, നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. വിളയിക്കാം വൈവിധ്യങ്ങൾ എന്ന് പറയുന്നതിൽ കന്നുകാലി പരിപാലനമുണ്ട്. അവിടെ കന്നുകാലി ഇനങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഒരു കോഡ് ഉണ്ടാക്കി പഠിക്കുക. പ്രധാന കന്നുകാലി ഇനങ്ങൾ ജെഴ്സി, ഹോൾസ്റ്റീൻ, ഫ്രീഷ്യൻ, വെച്ചൂർ. നിങ്ങൾ ഉണ്ടാക്കുന്ന കോഡുകൾ നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്യും. നിങ്ങൾ ഉണ്ടാക്കുന്ന കോഡുകൾ നിങ്ങളുടെ മനസ്സിൽ എന്ന് നിൽക്കും. കുറച്ച് സമയമേ വേടുള്ളൂ. ആദ്യത്തെ കോഡുകൾ ഉണ്ടാക്കാനേ പ്രയാസം വരുള്ളൂ. പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയായി നിങ്ങളുടെ ഓർമ്മയിൽ നിർത്തും. പലരും പറയുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഓർമ്മയിൽ നിൽക്കുന്നില്ല എന്ന്. കോഡുകൾ നിങ്ങൾ സ്വയം ഉണ്ടാക്കി കഥകളാക്കി മാറ്റി പഠിച്ചു നോക്കൂ. ഓക്കെ, എന്നിട്ട് നിങ്ങളുടെ കുട്ടികളോടോ സമീപത്തുള്ളവരോടോ പറയൂ. അതുപോലെ തന്നെ പക്ഷി പരിപാലനത്തിൽ കോഴി ഇനങ്ങളും താറാവ് ഇനങ്ങളും കാട ഇനങ്ങളും പറയുന്നുണ്ട്. പഠിച്ചിരിക്കണം. ഇതുപോലെ കഥകൾ ഉണ്ടാക്കി പഠിക്കുക. അവിടെ പറയുന്നുണ്ട് സെറികൾച്ചർ എന്താണ്, പട്ട് നിർമ്മാണമാണ്, പട്ടുനൂൽപ്പുഴു വളർത്തലാണ്, സ്വാഭാവിക പട്ട് ലഭിക്കുന്നതിനെയാണ് സെറികൾച്ചർ എന്ന് പറയുന്നത്. പിസികൾച്ചർ എന്താണ്, അത് മത്സ്യം വളർത്തലാണ്. ശാസ്ത്രീയമായ രീതിയിൽ പ്രകൃതിദത്തമായ ജലാശയങ്ങളിലും വയലുകളിലും കൃത്രിമ തടാകങ്ങളിലും ഒക്കെ ടാങ്കുകളിലും ഒക്കെ മത്സ്യത്തെ വളർത്തുന്നതാണ് പിസികൾച്ചർ. ഓക്കെ, അടുത്തത് ഫ്ലോറികൾച്ചർ. ഫ്ലോർ എന്ന് പറയുമ്പോൾ തന്നെ ഫ്ലോർ ധാന്യമല്ല, ഫ്ലവറുമായി ബന്ധപ്പെട്ടതാണ്. ഫ്ലോറികൾച്ചർ വ്യാവസായിക അടിസ്ഥാനത്തിൽ പൂക്കൾ വളർത്തുന്ന രീതിയാണ്. എപ്പിക്കൾച്ചറാണ് തേനീച്ച വളർത്തൽ. എപ്പിക്കൾച്ചറാണ് തേനീച്ച വളർത്തൽ. ഓക്കെ, അതുപോലെ തന്നെ ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തലാണ്. ക്യൂണിക്കൾച്ചർ മുയൽ വളർത്തൽ. മഷ്റൂം കൾച്ചർ അത് നിങ്ങൾക്കറിയാലോ, കൂൺ വളർത്തലാണ്. ഹോർട്ടിക്കൾച്ചർ എന്ന് പറഞ്ഞാൽ പഴം പച്ചക്കറി കൃഷി ആണ്. ശാസ്ത്രീയമായ പഴം പച്ചക്കറി കൃഷിയെയാണ് ഹോർട്ടിക്കൾച്ചർ എന്ന് പറയുന്നത്. ഔഷധ സസ്യ കൃഷിയിൽ കുറച്ച് ഔഷധങ്ങളുടെ പേര് പറയുന്നുണ്ട് ആ പാഠപുസ്തകത്തിൽ, ഓർത്തിരിക്കണം. ഏതൊക്കെയാണ്? തുളസി, കറ്റാർവാഴ, വേപ്പ്, ആടലോടകം, കുറുന്തോട്ടി, കൂവളം, രാമച്ചം, കൊടുവേലി. വെറുതെ ജസ്റ്റ് നിങ്ങൾ ഗൂഗിളിൽ വെറുതെ ഇരിക്കുമ്പോൾ ഈ സസ്യങ്ങളുടെയൊക്കെ പേരൊന്ന് അടിച്ചു നോക്കൂ. അപ്പോൾ അതിൻ്റെയൊക്കെ വ്യത്യസ്ത ഗുണങ്ങളൊക്കെ അറിയാം. നിങ്ങളുടെ മനസ്സിൽ തന്നെത്താൻ കയറും. ഒഴിവു സമയങ്ങളിലും ഇത്തരം കാര്യങ്ങളിലൂടെ പഠനത്തിലേക്ക് മാറൂ. ഓക്കെ, ഇനി നമുക്ക് ആറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്നുള്ള ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. നിങ്ങൾ ഈ ക്ലാസ് അവസാനം വരെ കാണണം, നിങ്ങൾക്കിത് മനസ്സിലാവും. സിമ്പിളാണ്, ശ്രദ്ധിച്ചിരിക്കണം. ആദ്യം ഭയത്തെ മാറ്റി നിർത്തുക, സയൻസ് എനിക്ക് മനസ്സിലാവില്ല എന്നുള്ളത്. എന്നിട്ടൊന്ന് ശ്രദ്ധിച്ചിരിക്കൂ. ഇന്ന് തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് അറ്റോമിക സിദ്ധാന്തം കയറും. ഹിസ്റ്ററിയിലെ വർഷങ്ങൾ പഠിക്കാൻ എളുപ്പമാണ്, അതിൻ്റെ രീതിയുണ്ട്. നമ്മൾ വിചാരിക്കുന്ന ഒന്നും അത്രമാത്രം പ്രയാസമല്ല. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന അത്ര പോലെ എല്ലാ കാര്യങ്ങളും ഈസിയുമല്ല. ഇതിന് രണ്ടിലും ഇടയിലാണ് കാര്യം. കുറച്ചൊക്കെ പണിയെടുക്കാൻ തയ്യാറാവുകയും വേണം. ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ബോറടിക്കുന്നുണ്ടെങ്കിലും ഒന്ന് കേട്ടിരിക്കുക അവസാനം വരെ. എന്നിട്ട് പറയുക ഇന്നത് മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത്. അപ്പം ഞാൻ ചുരുക്കിയിട്ടേ പറയുന്നുള്ളൂ. ആറ്റവും പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ഞാൻ 2 വീഡിയോ ക്ലാസ്സുകൾ ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ട്. അതിലെ കാര്യം ഞാൻ ഇവിടെ ആവർത്തിക്കില്ല. അതൊന്ന് കാണുക. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്സ് അതിലും പറഞ്ഞിട്ടുണ്ട്. അറ്റോമിക സിദ്ധാന്തവുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ആശയങ്ങളിൽ നിന്ന് ശരിയായ ജോഡി കണ്ടെത്തുക. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയും. ശുദ്ധ ബോഷ്കാണ്, സാധിക്കില്ല. രാസപ്രവർത്തന വേളയിൽ എന്ത് ചെയ്യാൻ പറ്റില്ല? ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല. ആറ്റത്തെ വിഭജിക്കുമ്പോൾ അത് വലിയ പ്രശ്നമാണ്. വലിയ ആണവ സ്ഫോടനങ്ങൾ. സൂര്യനിൽ നടക്കുന്ന പ്രക്രിയയിലൊക്കെ ആറ്റത്തിൻ്റെ വിഭജനവും ആറ്റത്തിൻ്റെ സംയോജനവുമുണ്ട്. ഫിഷനും ഫ്യൂഷനും എന്ന് പറയും. രാസപ്രവർത്തന വേളയിൽ അത് നടക്കില്ല. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ പറ്റില്ല. ആറ്റം എന്ന് പറഞ്ഞാൽ ആ ആറ്റത്തിൽ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിലാണ് ഇലക്ട്രോണും പ്രോട്ടോണും ഉള്ളത്. ആ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണുകളുണ്ട്. അതാണ്, അങ്ങനെ 3 ആളുകളാണ് അതിലെ പ്രധാനികൾ. അപ്പോൾ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിൽ ന്യൂട്രോണും പ്രോട്ടോണും ഉണ്ട്. ആ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിനെ ചുറ്റുന്ന ഇലക്ട്രോണ്, അങ്ങനെ ഇലക്ട്രോണുകളുമുണ്ട്. ജസ്റ്റ് സോ സിമ്പിൾ. ഈ ഇലക്ട്രോണുകളാണ്, പുറത്തുള്ള ഇലക്ട്രോണുകളാണ് മറ്റൊരാറ്റവുമായി എന്ത് ചെയ്യുന്നത്? ഇലക്ട്രോണുകളെ പരസ്പരം എന്ത് ചെയ്തോ, ഷെയർ ചെയ്തോ, അല്ലെങ്കിൽ ഇലക്ട്രോണുകളെ വിട്ടുകൊടുത്തോ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. ഓക്കെ, അവിടെ ഷെയർ ചെയ്യലേ ഉള്ളൂ, ഒരാറ്റവും വിഭജിക്കപ്പെടുന്നില്ല. ഇപ്പം രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ കഴിയില്ല. ക്ലിയർ? എല്ലാ പദാർത്ഥങ്ങളും ഇവിടെ കഴിയുന്നതാണ്, അതുകൊണ്ട് ഇത് തെറ്റാണ്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. നിങ്ങൾ ആ അറിവിനെ ഉള്ളിലേക്ക് എടുക്കുക. എല്ലാ പദാർത്ഥങ്ങളും, ജീവനുള്ള പദാർത്ഥങ്ങളുണ്ട്, ജീവനില്ലാത്ത പദാർത്ഥങ്ങളുണ്ട്. അതായത് നിങ്ങളിരിക്കുന്ന ജീവനില്ലാത്ത കസാരയെയും
നിങ്ങളെയും ഇത്തിരി പോകുന്നൊരു ഉറുമ്പിനെയും വലിയൊരു സൂര്യനെയും എല്ലാം പൊടിച്ചാൽ കിട്ടുക അറ്റമാണ്. എല്ലാം പൊടിച്ചാൽ കിട്ടുക അറ്റമാണ്. വ്യത്യസ്ത കളറുള്ള സാധനങ്ങൾ, വ്യത്യസ്ത ഗുണങ്ങളും ഒക്കെ ഉള്ള സാധനങ്ങൾ, അതിനെ മുഴുവൻ പൊടിച്ചാൽ കിട്ടുക ആറ്റാടോ. ഇതൊരു രഹസ്യം പോലെയാണ് നിങ്ങളോട് പറയണമെങ്കിൽ നിങ്ങൾ അത്ഭുതം കൂറിയിരിക്കും ഇല്ലേ? എന്തൊരു മാജിക്കാണത്. അപ്പൊ എല്ലാ പദാർത്ഥങ്ങളും നിർമ്മിച്ചിരിക്കുന്നത് ആറ്റങ്ങൾ കൊണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്, അതിൻ്റെ വിസ്മയത്തിൽ ഒന്ന് ആണ്ടു നോക്ക്. എല്ലാ പദാർത്ഥങ്ങളും ആറ്റങ്ങളാൽ നിർമ്മിതമാണ്. സോ സിമ്പിൾ അല്ലേ? ഒരു മൂലകത്തിന്റെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. എന്താണ് ഈ മൂലകം എന്ന് പറഞ്ഞാൽ? നിങ്ങൾ കേട്ടിട്ടില്ലേ? ഹൈഡ്രജൻ, ഓക്സിജൻ, ഹീലിയം കേട്ടിട്ടുണ്ടോ? അതിൽ ഓക്സിജൻ എന്ന് പറഞ്ഞാൽ 2 ആറ്റങ്ങൾ ചേർന്നിട്ടാണ് ഓക്സിജൻ ഉണ്ടാവുന്നത്. ആ ഓക്സിജൻ എന്നുള്ള മൂലകത്തിലെ 2 ആറ്റങ്ങളിലെ ഓരോ ഓക്സിജനെ എടുക്കുകയാണെങ്കിലും അതിൻ്റെ വലിപ്പം ഒരുപോലെ ആയിരിക്കും. 2 ഓക്സിജന്റെ ഏതൊരു ഓക്സിജൻ ആറ്റം എടുത്താലും അതിൻ്റെ വലിപ്പം ഒരേപോലെ ആയിരിക്കും. അതാണ് ഒരേ മൂലകം. ഹൈഡ്രജൻ ഒരു മൂലകമാണ്, ഓക്സിജൻ ഒരു മൂലകമാണ്, ഹീലിയം ഒരു മൂലകമാണ്, കാർബൺ ഒരു മൂലകമാണ്, നിയോൺ ഒരു മൂലകമാണ്. ഏതൊരു മൂലകവും എടുത്താലും ഒരേ മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഒരേ വലിപ്പം, ഒരേ മാസ്. മാസ് എന്ന് പറഞ്ഞാൽ പിണ്ഡം. ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തെയാണ് അതിൻ്റെ പിണ്ഡം എന്ന് പറയുന്നത്. അപ്പൊ അതിലെ പിണ്ഡം, ഒരു ഓക്സിജൻ ആറ്റത്തിന്റെ പിണ്ഡം തന്നെയാണ് അടുത്ത ഓക്സിജൻ ആറ്റം. ഇരട്ടക്കുട്ടികൾ എന്ന് പറയാം. അല്ലെങ്കിൽ 2 ആളല്ലേ ഉള്ളൂ, ഒരുപാട് എണ്ണം ഉണ്ട്, ഒക്കെ ഒരുപോലെ. അപ്പൊ മാസായി, വലിപ്പമായി, ഇനി അതിന്റെ ഗുണം. ഇപ്പൊ ഓക്സിജന് എന്തില്ല? മണല്ല. ഓരോ ഓക്സിജൻ ആറ്റത്തിന് മണല്ലെങ്കിൽ അടുത്ത ഓക്സിജൻ ആറ്റത്തിന് മണല്ല. ഓക്സിജന് നിറമില്ല. ഓരോ ഓക്സിജന് നിറമില്ലെങ്കിൽ അടുത്ത ഓക്സിജന് നിറമില്ല. പക്ഷെ നേരിയ നീല നിറം കാണും ഈ ഓക്സിജൻ ഒന്നിച്ചു നിൽക്കുമ്പോൾ. അതിന്റെ കാര്യം പിന്നെ പറയാം. ഓക്സിജന് മണമില്ല, നിറവില്ല. ജലത്തിൽ ലേശം ലയിക്കും, മുഴുവൻ പാർഷ്യലി സൊല്യൂബിൾ ആണ്. അപ്പോ ഇത് ഒരു ഓക്സിജൻ ആറ്റത്തിനുണ്ടെങ്കിൽ അടുത്ത ഓക്സിജൻ ആറ്റത്തിന്റെ സ്ഥിതി തന്നെ. അപ്പൊ ഏതിലൊക്കെ അവ സമാനമാണ്? മണത്തിൽ, നിറത്തിൽ, ഗുണത്തിൽ. അല്ല, മാസിൽ, പിന്നെ പറഞ്ഞു പോയപ്പോ പറഞ്ഞാണ്, മാസില്, പിണ്ഡത്തിൽ, ഗുണത്തിൽ, വലിപ്പത്തിൽ. ഇത് 3ലും എന്താണ്? അവ ഒരേ സ്വഭാവം കാണിക്കും. ഇത്രയേ ഉള്ളൂ രണ്ടാമത്തേത്. അപ്പൊ ഇതും ശരിയാണ്. രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. രാസപ്രവർത്തനം എന്ന് പറഞ്ഞാൽ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും കണ്ടു. അനുകൂല പരിസ്ഥിതിയിൽ അവ ഹൈഡ്രജനും ഓക്സിജനും, 2 ഹൈഡ്രജനും 1 ഓക്സിജനും ചേർന്ന് ജലമായിട്ട് മാറും. അപ്പൊ അവിടെ നോക്കൂ, ഇവിടെ 2 ഹൈഡ്രജൻ ആറ്റവും 1 ഓക്സിജൻ ആറ്റവും. അപ്പൊ രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് എന്തെന്ന് പറയുന്നത്? ആറ്റം എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ ഒരൊറ്റൊന്നു മാത്രമാണ് തെറ്റുള്ളത്. ഏതാണ് ആ തെറ്റുള്ളത്? ഇത് മാത്രമാണ്. ബാക്കി 3ഉം ശരിയാണ്. അതുകൊണ്ട് 2, 3, 4 എന്നുള്ള സി എന്നുള്ള ഓപ്ഷനാണ് ശരി. എത്ര എളുപ്പം പഠിക്കാം. ഇനി നമുക്ക് അറ്റോമിക സിദ്ധാന്തം ഒന്ന് പഠിക്കാം. അറ്റോമിക സിദ്ധാന്തം: എല്ലാ പദാർത്ഥങ്ങളും ആറ്റം എന്ന് പറയുന്ന അതിസൂക്ഷ്മ കണങ്ങളാൽ നിർമ്മിതമാണ്. നേരത്തെ പറഞ്ഞു. രാസപ്രവർത്തന വേളയിൽ ആറ്റത്തെ വിഭജിക്കാൻ സാധിക്കില്ല. സോ സിമ്പിൾ. ഇനി ഞാൻ പറയേണ്ട ഒഴിഞ്ഞ വേളയിൽ നിന്ന് ഓർത്തിരിക്കാൻ നോക്കുക. ഒരാറ്റത്തെയും നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. ഒരാറ്റത്തെയും നിർമ്മിക്കാൻ കഴിയില്ല, നശിപ്പിക്കാൻ കഴിയില്ല. നിങ്ങൾക്ക് മാറ്റം വരുത്താം. ഒരാറ്റത്തെ മാറ്റം വരുത്താം. ആറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ കഴിയില്ല. സിമ്പിളായില്ലേ? സിമ്പിളല്ലേ? ന ജാന ന മൃദോ. ആരും ജനിക്കുന്നുമില്ല, ആരും മരിക്കുന്നുമില്ല എന്ന് പറയാറില്ലേ? അല്ലേ? ആരും ജനിക്കണമില്ല, ആരും മരിക്കുന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഒരാറ്റത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ പറ്റില്ല. മറിച്ച് നമുക്ക് രൂപാന്തരം വരുത്താൻ പറ്റും. ഒരു മൂലകത്തിലെ ആറ്റങ്ങളെല്ലാം ഗുണത്തിലും വലിപ്പത്തിലും മാസിലും സമാനമായിരിക്കും. വ്യത്യസ്ത മൂലകങ്ങളുടെ ആറ്റങ്ങൾ വ്യത്യസ്ത ഗുണങ്ങളും മാസും ഉള്ളവയായിരിക്കും. നേരത്തെ പറഞ്ഞ ഈ 2 ഒന്നെ. ഒരേ മൂലകം സമാനം, വ്യത്യസ്ത മൂലകം വ്യത്യസ്തത. 2 ഒന്ന് തന്നെയല്ലേ? രാസപ്രവർത്തനത്തിൽ ഏർപ്പെടാൻ കഴിയുന്ന ഏറ്റവും ചെറിയ കണികയാണ് ആറ്റം. ഇനി അടുത്തതാണ് കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുക. പക്ഷെ ഒരു ബുദ്ധിമുട്ടുമില്ല. 2 അതിലധികമോ മൂലകങ്ങളുടെ, ഒരു ഉദാഹരണത്തിന് ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും ആറ്റങ്ങൾ ലളിതമായ അനുപാതത്തിൽ, അവിടെ ഹൈഡ്രജനും ഓക്സിജനും
ഒരു പ്രാവശ്യം 3 ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമുണ്ടായി, അടുത്ത പ്രാവശ്യം 2 ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന് ജലമുണ്ടായി? ഇല്ല. ഹൈഡ്രജൻ 2 ആണെങ്കിൽ ഓക്സിജൻ 1, എപ്പോഴും 2:1 എന്ന ലളിതമായ അനുപാതത്തിലല്ലാതെ ജലമുണ്ടാവില്ല. ഇത്രേ പറയുന്നുള്ളൂ. ആ ലളിതമായ അനുപാതം വേണം, ഒരു അനുപാതം ഉണ്ടായിരിക്കണം. അതാണ് ലളിതമായ അനുപാതത്തിൽ 2ഓ അതിലധികമോ മൂലകങ്ങളുടെ ആറ്റങ്ങൾ ചേർന്നാണ് സംയുക്തങ്ങൾ ഉണ്ടാകുന്നത്. കഴിഞ്ഞു, അറ്റോമിക സിദ്ധാന്തം കഴിഞ്ഞു. ഇതൊന്ന് പഠിച്ചു വെക്കാൻ എന്താണ് ബുദ്ധിമുട്ട്? നിങ്ങളുടെ മടി മാത്രമാണ് അവിടെ വിഘാതമായി നിൽക്കുക. ഒന്ന് കഴിഞ്ഞാൽ അടുത്തതിലേക്ക് ചാടി പോകേണ്ട കുരങ്ങനെ പോലെ. ഇത് മുഴുവനൊന്ന് കേൾക്കൂ. ആധുനിക ആറ്റം സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ജോൺ ഡാൾട്ടൺ ആണ്. ഒരുപാടെണ്ണം വന്നിട്ടേ ഞാൻ ഉദാഹരണം കാണിച്ചു എന്ന് മാത്രം. ഇതിനെക്കുറിച്ച് വിശദമായി ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ഈ ഭാഗമൊക്കെ അതിലുണ്ട് കേട്ടോ. അതൊന്ന് പോയി കാണണം, കാണാതിരിക്കരുത്. പീരിയോഡിക് ടേബിളിലെ ക്രമാവർത്തന പ്രവണതയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? നേരത്തെ പറഞ്ഞ ആറ്റത്തിന്റെ ക്ലാസ്സിൽ അറ്റോമിക സിദ്ധാന്തങ്ങൾ ആരൊക്കെ ആവിഷ്കരിച്ചു അതൊക്കെ പറയുന്നുണ്ട്. അതൊക്കെ പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഏതൊക്കെ മാതൃക, സവിരയൂഥ മാതൃക, പ്ലം പുഡിംഗ് മാതൃക, അതൊക്കെ നിങ്ങൾക്ക് അത് ആ ക്ലാസ് കണ്ടാൽ മനസ്സിലാവും. ഇതൊക്കെ സ്ഥിരമായി ആവർത്തിച്ചു വരുന്ന ചോദ്യങ്ങളാണ്. ലളിതമായി മനസ്സിലാക്കിയെടുക്കാൻ പറ്റാവുന്ന മറ്റൊരു വിഷയമാണ് പീരിയോഡിക് ടേബിൾ. പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടും ആറ്റം കൂടാതെ പീരിയോഡിക് ടേബിൾ എന്നുള്ളൊരു ക്ലാസ് ഞാൻ ഇട്ടിട്ടുണ്ട്, അത് പോയി കാണുക. ഇവിടെ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ മറ്റൊരു പ്രത്യേകത നോക്കാം. പീരിയോഡിക് ടേബിളിൽ നോക്കൂ, ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോരുമ്പോൾ, ഇടത്ത് നിന്ന് വലത്തോട്ട് പോരുമ്പോൾ എന്ന് പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങളാണ്. ഒരു 5 മിനിറ്റ് സമയം തരുമോ നിങ്ങൾ ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തും. ആദ്യം നമുക്ക് പീരിയോഡിക് ടേബിൾ എന്താണെന്ന് നോക്കാം. ഇതാണ് പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ. അവിടെ പീരിയോഡിക് ടേബിളുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം എപ്പോഴും പറയുന്നതാണ്, പീരിയോഡിക് ടേബിൾ വരുമ്പോൾ ക്രമാവർത്തന പ്രവണത. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഒരാറ്റം എന്ന് പറയുമ്പോൾ ആ ആറ്റത്തിന്റെ നടുവിൽ ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിൽ പ്രോട്ടോൺ ഉണ്ട്, അതുപോലെ തന്നെ ന്യൂട്രോണും ഉണ്ട്. പ്രോട്ടോണ് പോസിറ്റീവ് ചാർജ്, ന്യൂട്രോണിന് ചാർജ് ഇല്ല. അങ്ങനത്തെ ഒരു ന്യൂക്ലിയസ് ഉണ്ട്. ആ ന്യൂക്ലിയസിന് ചുറ്റുമായി കറങ്ങുന്ന ഇലക്ട്രോണുകളുണ്ട്, ഇലക്ട്രോണുകൾക്ക് നെഗറ്റീവ് ചാർജ്. ഈ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണവും ഇലക്ട്രോണുകളുടെ എണ്ണവും തുല്യമായിരിക്കും. ഇലക്ട്രോണുകൾ നഷ്ടപ്പെട്ടാൽ അതുകൊണ്ട് തന്നെ ആറ്റം നെഗറ്റീവ് അല്ല പോസിറ്റീവായി മാറും. ഇലക്ട്രോണുകൾ കിട്ടുമ്പോൾ ആറ്റം പോസിറ്റീവായിട്ടും അല്ല നെഗറ്റീവായിട്ടും മാറും. അതിലെ ആറ്റത്തിലെ പ്രോട്ടോണുകളുടെ എണ്ണത്തെ അതിൻ്റെ അറ്റോമിക നമ്പർ എന്ന് പറയും. ആ ആറ്റത്തിലെ പ്രോട്ടോണുകളാണ് ആ ആറ്റത്തിന്റെ സ്വഭാവത്തിൽ നിലനിർത്തുന്നത്. ഇലക്ട്രോണിനും പങ്കുണ്ട്, പക്ഷെ പ്രധാനി പ്രോട്ടോണാണ്. അതുകൊണ്ട് ആറ്റത്തിന്റെ അഡ്രസ്സ് എന്ന് പറഞ്ഞാൽ അതിലെ പ്രോട്ടോണുകളുടെ എണ്ണമാണ്. ഇലക്ട്രോൺ എപ്പോൾ വേണമെങ്കിലും നഷ്ടപ്പെടാം. ഒരു ഇലക്ട്രോണിനെ എപ്പോൾ വേണമെങ്കിലും ആറ്റം രാസപ്രവർത്തനം വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഷെയർ ചെയ്യാം. പക്ഷെ പ്രോട്ടോണും ന്യൂട്രോണും അവിടെ ന്യൂക്ലിയസിൽ ഉണ്ടായിരിക്കും. അത് അവിടെ നിന്ന് നഷ്ടപ്പെടുന്ന സന്ദർഭത്തിൽ ആ ആറ്റത്തിന്റെ ഐഡന്റിറ്റി തന്നെ മാറും. ഇലക്ട്രോൺ നഷ്ടപ്പെട്ടാലോ ഇലക്ട്രോൺ നേടിയാലോ ആറ്റത്തിന്റെ ഐഡന്റിറ്റി അങ്ങനെയായിട്ട് മാറില്ല. അതിന് ചില പ്രത്യേക മാറ്റങ്ങൾ അയോണുകളായി മാറുന്നേ ഉള്ളൂ. ഇപ്പൊ ആറ്റത്തിന്റെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ അതിന്റെ പ്രോട്ടോണുകളാണ്. ആ പ്രോട്ടോണിന്റെ എണ്ണത്തെ അതുകൊണ്ട് തന്നെ ആറ്റത്തിന്റെ നമ്പർ, അറ്റോമിക നമ്പർ എന്ന് പറയും. ആ നമ്പർ അറിഞ്ഞാൽ അത് ഏത് ആറ്റാണെന്ന് പറയാൻ പറ്റും. അവിടെ ഇലക്ട്രോണുകളുടെ എണ്ണത്തെക്കാൾ പ്രധാനമാണ്. പിന്നെ പ്രോട്ടോണുകളുടെ എണ്ണത്തിന് തുല്യമായിരിക്കും ഇലക്ട്രോണുകളുടെ എണ്ണം. ആറ്റത്തിന് അത് വേറൊരു ഇലക്ട്രോൺ നേടിയിട്ടില്ലെങ്കിലോ നഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലോ. അതുകൊണ്ട് ഇലക്ട്രോണുകളാണ് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുന്നത്. രാസപ്രവർത്തനത്തിൽ നിർണായക പങ്ക് ഇലക്ട്രോണുകൾക്കാണ്. എന്നാൽ അവർ ആറ്റത്തിന്റെ ഐഡന്റിറ്റി, അതുകൊണ്ട് തന്നെ അതിനെ ഐഡന്റിറ്റി കാർഡ് എന്നും വിളിക്കാറുണ്ട് പ്രോട്ടോൺ. ഇപ്പൊ പ്രോട്ടോണുകളുടെ എണ്ണമാണ് അതിന്റെ അറ്റോമിക നമ്പർ. അങ്ങനെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പർ ഇങ്ങനെ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ അറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തിൽ അറ്റോമിക നമ്പർ കൂടി വരുന്നതിന്റെ അടിസ്ഥാനത്തിൽ മൂലകങ്ങളെ ക്രമീകരിച്ചാൽ നമുക്ക് അവയുടെ സ്വഭാവം ആവർത്തിക്കുന്നത് കാണാം. ഒന്നാമത്തെ അറ്റോമിക നമ്പറുള്ള മൂലകത്തിന്റെ സ്വഭാവം 8ാമത്തെ അറ്റോമിക നമ്പറിൽ ആവർത്തിക്കുന്നത് കാണാം. ഒരു ഉദാഹരണത്തിന് ഞാൻ പറഞ്ഞു എന്ന് മാത്രം. അതിന് അഷ്ടക നിയമം എന്ന് പറയും. ഇതാണ് ക്രമാവർത്തന സ്വഭാവം. ആ ക്രമാവർത്തന സ്വഭാവത്തിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ മൂലകങ്ങളെ അറ്റോമിക നമ്പറിന്റെ അറ്റോമിക നമ്പറിന്റെ ആധുനിക പീരിയോഡിക് ടേബിളിനെ കുറിച്ചിട്ടാണോ ഞാൻ പറയുന്നത്. അതിന് മുമ്പ് അറ്റോമിക മാസിന്റെ അടിസ്ഥാനത്തിലായിരുന്നു. അങ്ങനെയുള്ള ആധുനിക പീരിയോഡിക് ടേബിൾ എന്ന് പറഞ്ഞാൽ അറ്റോമിക നമ്പറിന്റെ ആരോഹണക്രമത്തിൽ, അറ്റോമിക നമ്പറത്തിന്റെ
ആരോഹണക്രമത്തിൽ മൂലകങ്ങളെ അടക്കി വെച്ചിട്ടുള്ളതാണ് ഈ പീരിയോഡിക് ടേബിൾ എന്ന് പറയുന്നത്. അവയുടെ സ്വഭാവം ആവർത്തിക്കുന്നു. ഈ പീരിയോഡിക് ടേബിളിൽ ഇങ്ങനെ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിച്ചപ്പോൾ ഇങ്ങനെ കുത്തനെയുള്ള കോളങ്ങളുണ്ടല്ലോ, അതിനെയാണ് ഗ്രൂപ്പുകൾ എന്ന് പറയുന്നത്. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. സോ സിമ്പിൾ. പരീക്ഷയ്ക്ക് വന്ന അടുത്ത ചോദ്യം കിട്ടി. 18. ഞാൻ പറഞ്ഞത് മുഴുവൻ PSC ചോദ്യമാണ്. എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പീരിയോഡിക് ടേബിൾ? ആധുനിക പീരിയോഡിക് ടേബിൾ അറ്റോമിക നമ്പറിന്റെ അടിസ്ഥാനത്തിൽ. അറ്റോമിക നമ്പറിന്റെ എന്തിന്റെ അടിസ്ഥാനത്തിൽ? ആരോഹണ ക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ. എത്ര ഗ്രൂപ്പുകളുണ്ട്? 18 ഗ്രൂപ്പുകളുണ്ട്. എത്ര വിലങ്ങനെയുള്ള ഇങ്ങനെയുള്ള കോളങ്ങൾ കണ്ടില്ലേ നിങ്ങൾ? വിലങ്ങനുള്ളത്, അതിനെയാണ് പീരിയഡുകൾ എന്ന് പറയുന്നത്. എത്ര പീരിയഡുകളുണ്ട്? 7 പീരിയഡുകളുണ്ട്. ഇനി അവിടെ നിങ്ങൾ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അങ്ങനെ നോക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഞാൻ വരുന്നു. ഇപ്പൊ ഗ്രൂപ്പ് കണ്ടല്ലോ, പീരിയഡും കണ്ടല്ലോ. ഈ ഗ്രൂപ്പിൽ നിന്ന് മുകളിൽ നിന്ന് താഴോട്ട് പോരുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇപ്പൊ ഒരു ഉദാഹരണത്തിന് ഈ ഒന്നാമത്തെ ഗ്രൂപ്പ്, അവിടെ ആദ്യം വരുന്നത് ഹൈഡ്രജൻ ആണ്, അത് കഴിഞ്ഞാൽ ലീഥിയമാണ്, അത് കഴിഞ്ഞാൽ സോഡിയമാണ്, അത് കഴിഞ്ഞാൽ പൊട്ടാസ്യമാണ്. അവ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട്. പീരിയഡിൽ ദേതാഭാഗം ഇടത്തുഭാഗം, ദേതാഭാഗം വലത്തുഭാഗം. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട്. ഇത് രണ്ടേ ഓർക്കണ്ടുള്ളൂ. ഒന്നും കൂടി, മുകളിൽ നിന്ന് താഴോട്ട്, ഇടത്ത് നിന്ന് വലത്തോട്ട്. ഈ 2 കേസേ ഉള്ളൂ. കൂടുന്നു കുറയുന്നു. ഏതെങ്കിലും ഒന്ന് എടുത്താൽ മതി. 4 വാക്കുകൾ ഓർത്ത് വെക്കുക. സോ സിമ്പിൾ. ഗ്രൂപ്പിലാണെങ്കിൽ മുകളിൽ നിന്ന് താഴോട്ട്, അങ്ങനെയല്ലേ പറയാ? ഗ്രൂപ്പ് ഇങ്ങനെ കുത്തന്നെയല്ലേ നിൽക്കുന്നത്. പീരിയോഡ് ആണെങ്കിൽ ഇങ്ങനെയല്ലേ? അപ്പൊ ഇടത്ത് നിന്ന് വലത്തോട്ട്. നമ്മൾ സാധാരണ പോണ രീതി തന്നെ. അവിടെ എന്താണ്? ചില സ്വഭാവങ്ങൾ ഓർക്കുക. വലിപ്പം. മക്കളെ, ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ കൂടും. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് പോകുമ്പോൾ കൂടുമെങ്കിൽ പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയും. കൂടുക കുറയുക. സോ സിമ്പിൾ. ഉറച്ചോ? ആറ്റത്തിന്റെ വലിപ്പം ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടും, പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയും. ക്ലിയർ? ഇനി ലോഹ സ്വഭാവം. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടും, ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയും. ഇത് രണ്ടും ഓർത്തു വെച്ചാൽ മതി. ലോഹ സ്വഭാവം കൂടുക എന്ന് പറഞ്ഞാൽ അലോഹ സ്വഭാവം കുറയുക എന്നാണ് അർത്ഥം. ലോഹ സ്വഭാവം കുറയുക എന്ന് പറഞ്ഞാൽ അലോഹ സ്വഭാവം കൂടുക എന്നാണ്. ലോഹത്തിൽ നിന്ന് അലോഹത്തിലേക്ക്. അപ്പൊ അതിന് നേരെ തിരിച്ചായിരിക്കും അലോഹ സ്വഭാവം. അപ്പൊ ഇത്ര മാത്രം ഓർത്തു വെച്ചാൽ മതി. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട്, പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട്. ആറ്റത്തിന്റെ വലിപ്പം കൂടും, പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ നേരെ തിരിച്ച്. അപ്പൊ കൂടുന്നു. ഇത് രണ്ടും കൂടുന്നു. ഗ്രൂപ്പിലാണെങ്കിൽ കൂടുന്നു, പീരിയഡിലാണെങ്കിൽ കുറയുന്നു. കഴിഞ്ഞു. ഇനി നമുക്ക് നോക്കാം ഏതാണ് ശരി ഏതാണ് തെറ്റ്. ഇത്രയേ ഉള്ളൂ. പീരിയോഡിക് ടേബിളിൽ ഗ്രൂപ്പിൽ മുകളിൽ നിന്നും താഴോട്ട് കൂടുകയാണ് ചെയ്യുക. ഏത്? ലോഹ സ്വഭാവവും അലോഹ സ്വഭാവം നേരെ തിരിച്ചാണ്. ലോഹ സ്വഭാവവും ആറ്റത്തിന്റെ വലിപ്പവും ഇവിടെ കുറയുന്നു എന്നാണ്. തെറ്റിട്ടു. അടുത്തത്, പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോ കുറയുകയാണ് വേണ്ടത്. ലോഹ സ്വഭാവവും ആറ്റത്തിന്റെ വലിപ്പവും. ഇവിടെ ലോഹ സ്വഭാവം കുറയുന്നു. ശരി. പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് വരുമ്പോൾ ആറ്റത്തിന്റെ വലിപ്പം കൂടുന്നു. തെറ്റ്. കഷ്ണമായിട്ട് പഠിക്കുമ്പോൾ പിടികിട്ടില്ല. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ ലോഹ സ്വഭാവം കുറയുന്നു. ഗ്രൂപ്പിൽ മുകളിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ കൂടുന്നു, പീരിയഡിൽ ഇടത്ത് നിന്ന് വലത്തോട്ട് പോകുമ്പോൾ കുറയുന്നു. ഏത്? ലോഹ സ്വഭാവവും ആറ്റത്തിന്റെ വലിപ്പം. അപ്പൊ അവിടെ ബി മാത്രമാണ് ശരി. നമുക്ക് കിട്ടിയില്ലേ? ഇനി ഈ പീരിയോഡിക് ടേബിളിലുള്ള ചങ്ങാതിമാരൊക്കെയാ? ഒന്നാമത്തെ ഗ്രൂപ്പ് ആൽക്കലി ലോഹങ്ങൾ. നോക്ക്, ഏലല്ലേ തുടങ്ങണത്. ഒന്നാമത്തെ ഗ്രൂപ്പ് 1A ആൽക്കലി ലോഹങ്ങൾ. ആദ്യം വരിക ലോഹങ്ങളാ. ഇനി നോക്ക് അടുത്ത ഗ്രൂപ്പ് ഏതാ? രണ്ടാമത്തെ ഗ്രൂപ്പിന്റെ പേരെന്താ? ആൽക്കലൈൻ എർത്ത് ലോഹങ്ങൾ. അടുത്തത് ആൽക്കലി കഴിഞ്ഞാൽ ആൽക്കലൈൻ. പിന്നെ 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. കിട്ടിയില്ലടോ? സംക്രമണ മൂലകങ്ങൾ കിട്ടിയില്ലേ? 1 ആൽക്കലി, രണ്ടാമത്തത് ആൽക്കലൈൻ, 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. ഇത് ലോഹ സ്വഭാവമുള്ളതാണ്. ഇടത്ത് നിന്ന് വലത്തോട്ട് പോകും തോറും ലോഹ സ്വഭാവം കുറയും. അപ്പൊ ഇത് ലോഹമാണ്.
ഈ സംക്രമണ മൂലകങ്ങളും ലോഹങ്ങളാണ്. ഇങ്ങണ്ടെത്തുമ്പോൾ അലോഹങ്ങളിലേക്ക് കടക്കും. ഇവിടെയാണ് അലോഹങ്ങൾ കിടക്കുന്നത്. അപ്പൊ സംക്രമണ മൂലകങ്ങൾ എന്ന് പറഞ്ഞാൽ ലോഹ സ്വഭാവം കുറഞ്ഞ് അലോഹ സ്വഭാവമുള്ള മൂലകങ്ങളിലേക്ക് പോകുന്നതാണ് സംക്രമണ മൂലകങ്ങൾ. ഏതുവരെ? 12 വരെ. ഇനി 13ാമത്തെ ആളുടെ പേരെന്താ? 13ാമത്തെ ആളുടെ പേര് നോക്കൂ. 13ാമത്തെ ആള് ബോറോൺ കുടുംബം. എ കഴിഞ്ഞാൽ ബി. ആൽക്കലി, ആൽക്കലൈൻ, പിന്നെ സംക്രമണ മൂലകങ്ങൾ. എ കഴിഞ്ഞാൽ ബി, ബി കഴിഞ്ഞാൽ സി. 13 ബോറോൺ, 14 കാർബൺ, 15 നോ എന്നോർത്ത് വെക്കുക. എ ബി സി നോ. അതിൽ എയും ബിയും 1 2. പിന്നെ 3 മുതൽ 12 വരെ സംക്രമണ മൂലകങ്ങൾ. 13ാമത്തേത് ബി ബോറോൺ, 14ാമത്തേത് സി കാർബൺ. ഇനി 15ഉം 16ഉം നോ നൈട്രജൻ ഓക്സിജൻ. 17 ഹലോ. ഓക്കെ, 17 എന്താണ്? ഹലോ, ഹാലോജൻ. 18 ഉത്കൃഷ്ടവാദങ്ങൾ. ഏറ്റവും നോബിൾ ആയിട്ടുള്ള ആളുകൾ, ആരുമായിട്ടും കമ്പനി ഇല്ലാത്ത ആൾക്കാർ. നോബിൾ എന്ന് പറയില്ല, അങ്ങനെയുള്ള ആളുകളാണ്. ഒരാളായിട്ടും കമ്പനി ഇല്ല. ശുചായിമാര്, വലിയ ആൾക്കാരാണ്, ഭയങ്കര തണ്ടുള്ളവർ. ഈ ഉത്കൃഷ്ടവാദങ്ങൾ അങ്ങനെ അപൂർവമായ ആളുകളെ നമ്മുടെ സമൂഹത്തിൽ വളരുള്ളൂ. അതുകൊണ്ട് തന്നെ അവരെ അപൂർവവാദകങ്ങൾ എന്ന് പറയും. നിങ്ങൾ പറയും, ഇങ്ങനെ ഓർത്തു വെക്കാൻ വിഷമമുണ്ടോ? ഇനി ഗ്രൂപ്പ് 1 ഏത് ലോഹങ്ങളാണെന്ന് പറഞ്ഞാൽ എളുപ്പമല്ലേ? ഇങ്ങനെ ഇതിലെ ഓരോ എലമെന്റിനെയും നമുക്ക് പിടിച്ചെടുക്കാം. അധിക സമയം വേണ്ട. ഓക്കെ, നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ചുവടെ തന്നിരിക്കുന്നവയിൽ ഓക്സിജന്റെ പ്രത്യേകത. ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രത്യേകതകളെ ചോദിക്കുള്ളൂ. ഇവിടെ തന്നിരിക്കുന്നതാ. നിറമില്ല, ശരിയാ, നിറമില്ല. ഗന്ധമില്ല, ഓക്സിജൻ എടുത്തോളൂ കേട്ടോ. ഓക്സിജൻ, ഹൈഡ്രജൻ, നൈട്രജൻ, കാർബൺ, ഇങ്ങനെ പഠിച്ചിരിക്കണം. ആ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അതാത് ഭാഗം വരുമ്പോൾ നമ്മൾ പഠിക്കും. ഇപ്പൊ നമ്മൾ ഓക്സിജനെ കുറിച്ചിട്ടാണ്. നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു ഇല്ല. കത്താൻ സഹായിക്കുകയുള്ളൂ ഓക്സിജൻ. ഓക്സിജനെ കൊണ്ട് നമ്മൾ ഒരിക്കലും ഓക്സിജൻ ഇന്ധനമായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഹൈഡ്രജൻ ഇന്ധനമാണ്, ഓക്സിജൻ ഇന്ധനമല്ല. പക്ഷെ ഓക്സിജൻ ഇല്ലെങ്കിൽ കത്തില്ല. ജ്വലന സഹായിയാണ് ഓക്സിജൻ. എന്താ? ജ്വലന സഹായി, ജ്വലിക്കാൻ സഹായിക്കുകയുള്ളൂ, കത്തില്ല. അപ്പോ നിറമില്ല, ഗന്ധമില്ല, കത്തുന്നു. അപ്പൊ ഇവിടെ തെറ്റി. കാരണം കത്തണില്ല, കത്താൻ സഹായിക്കുന്നേ ഉള്ളൂ. അടുത്തത് ഗന്ധമില്ല, ശരിയാണ്. ജലത്തിൽ ലയിക്കുന്നില്ല, തെറ്റാ. ഭാഗികമായി ലയിക്കും. ജലത്തിൽ ഓക്സിജൻ ലയിച്ചിട്ടില്ലെങ്കിൽ എങ്ങനെയാ ഈ ജലത്തിൽ ജീവിക്കുന്ന ജന്തുക്കൾക്ക് ഓക്സിജനെ കിട്ടുക? അവർക്ക് ഹൈഡ്രജനെയും ഓക്സിജനെയും മാറ്റിയിട്ട് രാസപ്രവർത്തനം നടത്തി ഓക്സിജൻ ഉണ്ടാക്കാനുള്ള വഴിയൊന്നും അറിയില്ല. ജലത്തിൽ ഭാഗികമായി, പാർഷ്യലി സൊല്യൂബിൾ ആണ്, ഭാഗികമായി ഓക്സിജൻ ലയിക്കും. ആ ജീവജാലങ്ങൾക്ക് ഓക്സിജൻ വേണമെന്നുണ്ട്. നിറമുണ്ട്, തെറ്റാണ്. നിറമുണ്ട്, ഒന്നിച്ച് നിൽക്കുമ്പോൾ ചെറിയ നീല നിറം കാണും, അത് അവരുടെ നിറമല്ല. ഓക്കെ, ഓക്സിജന് നിറമില്ല. അപ്പൊ ഗന്ധമില്ല, ജലത്തിൽ ലയിക്കുന്നില്ല എന്നുള്ളത് തെറ്റി. കത്താൻ സഹായിക്കുന്നു, ശരി. ജലത്തിൽ ലയിക്കുന്നു, ശരി. ഗന്ധമുണ്ട്, പോയി. അവസാനത്തെടുക്കാം. ജലത്തിൽ ലയിക്കുന്നു, കത്താൻ സഹായിക്കുന്നു, നിറമില്ല, ശരി. നോക്കൂ, നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിലേക്ക് കയറാം. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകമാണ് ഓക്സിജൻ. PSC പരീക്ഷയ്ക്ക് അതേ ചോദ്യം വന്നിട്ടുണ്ട്. ഇതൊക്കെ SCERT ടെക്സ്റ്റ് ബുക്കുന്ന എല്ലാ പാടും പഠിക്കേണ്ട SCERT സയൻസ്. കുറച്ച് ഭാഗം. ഇതൊക്കെ എത്ര എളുപ്പമാണ്. എന്തിനാണ് നമ്മളിത് മാറ്റിവെക്കുന്നത്? ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന മൂലകം ഓക്സിജൻ. ജീവന്റെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതം. അന്തരീക്ഷ വായുവിലുണ്ട്, ജലത്തിലുണ്ട്, ധാതുക്കളിലുണ്ട്. ജീവജാലങ്ങൾ ഒക്കെ സ്വതന്ത്രാവസ്ഥയിലോ സംയുക്താവസ്ഥയിലോ കാണാം. ഇനി അതിലൊരു പരീക്ഷണം നടത്തുന്നുണ്ട്. ഈ പരീക്ഷണം കാണുമ്പോൾ ഇതിന്റെ ഫോർമുല മൊത്തം പഠിക്കണ്ട. ജസ്റ്റ് നോക്കി പരീക്ഷണശാലയിൽ ഓക്സിജൻ നിർമ്മിക്കുന്ന വിധം. പൊട്ടാസ്യം പെർമാംഗനേറ്റ് എടുത്തിരിക്കുന്ന ബോയിലിംഗ് ട്യൂബ് ചൂടാക്കുക. നിരീക്ഷണം എന്തായിരിക്കും? പരീക്ഷണശാലയിലാണ് ഓക്സിജൻ. എൻ്റെ മക്കളെ അപ്പം തന്നെ അറിഞ്ഞൂടെ ഇതൊരു ഓക്സിജൻ കിട്ടുന്നു. അപ്പോൾ ഉടൻ അവിടെ നമ്മൾ നോട്ടിൽ എഴുതി വെച്ചു, പൊട്ടാസ്യം പെർമാംഗനേറ്റ് ചൂടാക്കുമ്പോൾ ഓക്സിജൻ ലഭിക്കുന്നു. ഇത്ര എഴുതി വെച്ചാൽ മതി. അല്ലാതെ ഇത് മുഴുവൻ പഠിക്കാൻ നിൽക്കേണ്ട. ടെക്സ്റ്റ് ബുക്ക് നോക്കിയിട്ട് നോക്ക്. അതാണ് ഇവിടെ ചോദ്യം വന്നിട്ടുള്ളത്. എന്താ ചോദ്യം വന്നിട്ടുള്ളത്? പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ ചൂടാക്കിയാൽ ഉണ്ടാകുന്ന വാതകം ഓക്സിജൻ. ഇതൊക്കെ കാണുമ്പോൾ നിങ്ങൾ മാറ്റി വെച്ചിട്ടാ. ഇനി നിങ്ങൾക്ക് കുറച്ച് ഈ പാഠത്തിലൂടെ ഇങ്ങനെ കടന്നു പോകുക. SCERT പാഠഭാഗത്തിലൂടെ പഠിക്കാൻ പറ്റാവുന്നതൊക്കെ പഠിച്ചിട്ട് കുറച്ച് കഴിഞ്ഞാൽ ആ പാഠഭാഗം നിങ്ങൾക്ക് മനസ്സിലാവും. അടുത്ത സ്റ്റേജ് എത്തുമ്പോഴേക്കും നിങ്ങൾക്ക് ബാക്കി ഭാഗവും മെല്ലെ മെല്ലെ മനസ്സിലാക്കി വരുന്ന രസതന്ത്രമുണ്ട്.
എളുപ്പത്തിൽ ഇന്ന് വിഷമത്തിലേക്ക്? ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ഒരു ക്ലാസ്സിൻ്റെ ഒരു കാര്യം പറയാം, എന്നിട്ട് നമുക്ക് അടുത്ത ഭാഗത്തേക്ക്. ഇതാ കുറച്ച് കാര്യങ്ങൾ കൂടിയേ ഉള്ളൂ. അതിനു മുമ്പ് ഞാൻ എൻ്റെ ഒരു കോഴ്സിൻ്റെ കാര്യം പറയാം. നിങ്ങൾക്ക് വ്യത്യസ്ത കോഴ്സുകൾ ഞങ്ങൾ നൽകുന്നുണ്ട്. ഈ ഫ്രീ ക്ലാസ്സുകൾ കൂടാതെ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റുകളും ഇതുപോലെ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മാത്രം സ്വീകരിച്ചാൽ മതി. ഇതുപോലത്തെ ക്ലാസ്സുകളാണ്. അവിടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ്, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ, ബീവറേജസ് LDC, LGS, വാരിയസ് കമ്പനി കോർപ്പറേഷൻ, ഈ വിവിധ തസ്തികകളിലേക്കായി 10th ലെവൽ എക്സാം വരാൻ പോകുന്നു. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയാം. നിങ്ങൾ ഏതെങ്കിലും ഒരു എക്സാമിനെ ടാർഗറ്റ് ചെയ്തിട്ട് ഒന്നില്ലെങ്കിൽ 10th ലെവൽ, അല്ലെങ്കിൽ +2 ലെവൽ, അല്ലെങ്കിൽ ഡിഗ്രി ലെവൽ മെയിനായിട്ട് ഫോക്കസ് ചെയ്യണം. എല്ലാറ്റിനും കൂടി ഫോക്കസ് ചെയ്താൽ നിങ്ങൾ എവിടെയും എത്താൻ പോകുന്നില്ല. ക്ലിയർ ആവുന്നുണ്ടോ? നിങ്ങൾ ഒരു എക്സാം കഴിയുക, ഒരു ലെവൽ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് അടുത്ത എക്സാമിന് നോക്കുക. എല്ലാ എക്സാമും എഴുതുക. അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതുവരെ ജോലി കിട്ടാത്തവരോ ലിസ്റ്റിൽ വരാത്തവരോ ആണെങ്കിൽ നിങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നിങ്ങൾ 10th ലെവലിന് വേണ്ടി മരിച്ച് പണിയെടുക്കുക. മരിച്ച് പണിയെടുക്കുക അവൈലബിൾ ആയിട്ടുള്ള ടൈം മുഴുവൻ ഒരു 3-4 മണിക്കൂർ ഒരു ദിവസം നമുക്ക് കണ്ടെത്താം ഈസി ആയിട്ട്. നിങ്ങൾ ഇല്ല എന്ന് പറഞ്ഞാലും ഞാൻ പറയുന്നുണ്ട്, സാധിക്കും. അത് നിങ്ങൾ ജോലി എടുക്കുമ്പോൾ പോലും പഠിക്കുന്ന രീതിയിലേക്ക് മാറണം. സാധിക്കും അതിന്. അങ്ങനെ പഠിച്ചു പോകാൻ വേണം. അങ്ങനത്തെ ഒരു സ്ട്രീമുള്ള ആളുകൾക്ക് ഞങ്ങളുടെ ഒരു സഹായമാണ് വെറും 499 രൂപയ്ക്ക് ഈ എല്ലാ എക്സാമുകൾക്കും നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാം. നിങ്ങൾക്ക് അഫോർഡബിൾ ആയ ഒരു പ്രൈസ് 499 രൂപയ്ക്ക്. ഇനിയും കുറച്ചുകൂടെ എന്ന് ചോദിക്കുന്നുണ്ട്. ഞാനൊരു കുറവ് തരുന്നുണ്ട്, അതൊരു സമ്മാനമായിട്ടാണ്, അല്ല അതിൽ കുറക്കില്ല. ഇതൊരു അഫോർഡബിൾ പ്രൈസാണ്, ഏതൊരു സാധാരണക്കാരനും സ്വീകരിക്കാൻ പറ്റും. ഈ കോഴ്സ് പ്രൈസിന് നിങ്ങൾ എന്നിൽ ചേരുന്നില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടില്ല, അതല്ലെങ്കിൽ ഞാൻ പറയുന്നതിൽ നിങ്ങൾക്ക് വിശ്വാസമില്ല. അതായത് നിങ്ങൾക്ക് സർക്കാർ ജോലി കിട്ടുമെന്നും പരിശ്രമിച്ചാൽ സർക്കാർ ജോലി കിട്ടുമെന്നും അല്ലേ? അല്ലാതെ 499 രൂപ ഒരു വർഷം ചെലവാക്കാൻ പറ്റാത്ത ഒരാൾ പോലും ഇപ്പൊ തൽക്കാലം ഉണ്ട് എന്ന് ഞാൻ പറയുന്നത് ദൈവനിഷേധാണോ എന്ന് എനിക്കറിയില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നിങ്ങൾ ഒട്ടനവധി കാര്യങ്ങൾക്ക് വേണ്ടി അങ്ങനെ ചെലവഴിക്കുന്നവരുണ്ടാവും. ഓക്കെ, അങ്ങനെ ചെലവഴിക്കാത്ത എൻ്റെ അടുത്തൊരു 499 രൂപ ഇല്ല എന്ന് പറഞ്ഞ ഒരാൾ എനിക്ക് മെസ്സേജ് ചെയ്യും, ഞാൻ നിങ്ങൾക്ക് സൗജന്യമായിട്ട് തരാം. സത്യസന്ധമായിരിക്കണം, ഞാനത് പരിശോധിക്കും. അങ്ങനത്തെ ഒരാളുണ്ടാവില്ല. അപ്പം 3 കാരണം കൊണ്ടാണ് ഞാൻ വിചാരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ചങ്ങാതി പറയുന്നതിൽ വിശ്വാസമില്ല, നിങ്ങൾക്കൊരു ജോലി കിട്ടും ഈ കോഴ്സിലൂടെ. പക്ഷെ ഞാൻ ഗ്യാരണ്ടി നൽകുന്നു, നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ള, പരീക്ഷയ്ക്ക് വരുന്ന, നിങ്ങൾക്ക് ഉയർന്ന റാങ്കിൽ എത്താവുന്ന എല്ലാ വിഭവങ്ങളും, എല്ലാ സബ്ജക്റ്റുകളും ഇതുപോലെ വീഡിയോ ക്ലാസ്സുകളായിട്ട് അതിലുണ്ട്. അതിൽ ലൈവ് ക്ലാസ് ഇല്ല കേട്ടോ, റെക്കോർഡഡ് ക്ലാസ് ആണ്. നിങ്ങളുടെ സമയത്തിനനുസരിച്ച് പഠിക്കാം. ഡെയിലി എക്സാംസ് ഉണ്ട്, ദിവസവും എക്സാമുകളുണ്ട്. ഒരു ലേണിംഗ് പ്ലാൻ ഉണ്ട്. ദിവസവും നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റുകൾ ചെയ്യാൻ വേണമെങ്കിൽ അതിൽ മോക്ക് ടെസ്റ്റ് ഉണ്ട്. പക്ഷെ ആഴ്ചയിൽ ഒരിക്കലൊക്കെ ചെയ്താൽ മതി. ഓരോ എക്സാം വരുമ്പോഴേ ഞാൻ മോക്ക് ടെസ്റ്റ് വരുള്ളൂ. റെക്കോർഡ് PDF നോട്ടുകളുണ്ട്, അതിൻ്റെ PDF നോട്ടുകളുണ്ട്. എല്ലാം കൂടി ഒരു റാങ്ക് ഫയലിനേക്കാൾ കുറഞ്ഞ വിലയ്ക്ക് വീഡിയോ ക്ലാസ്സുകൾ, PDF നോട്ടുകൾ, ഡെയിലി എക്സാംസ്, ഡെയിലി ലേണിംഗ് പ്ലാൻ. ആ എക്സാം നോക്കി നിങ്ങൾക്ക് ഒരു എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അവിടെ നിങ്ങളുടെ പെർഫോമൻസ് അനാലിസിസും ഉണ്ടായിരിക്കും. ഇതിന് 499 രൂപ, അല്ലെങ്കിൽ മാസത്തിൽ 100 രൂപ. PSC ജോലി നിങ്ങളുടെ ഒരു സ്വപ്നമാണോ? നിങ്ങൾ ഇന്നേ വരെ ഒരു ലേണിംഗ് പ്ലാൻ ഇല്ലേ? ഇത് നിങ്ങൾക്ക് പറ്റിയ ഫിറ്റായ ഒരു കോഴ്സാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് വേണോ? 1200 രൂപയാണ് ഒരു വർഷത്തേക്ക്, അല്ലെങ്കിൽ മാസം 150 രൂപ. ഇതിൽ ലൈവ് ക്ലാസ്സും കൂടി ഉണ്ടായിരിക്കും. എൻ്റെ ലൈവ് ക്ലാസ്സിൽ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും സംശയം ചോദിക്കാം. ആ സംശയം തീരുന്നത് വരെ ക്ലാസ് ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് 1200 രൂപ. അടുത്തത് ഗോൾഡൻ ബാച്ചാണ്. ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും. മറ്റോടത്തൊക്കെ നിങ്ങൾ എന്നെ ഫോളോ ചെയ്യണം. ഗോൾഡൻ ബാച്ചിൽ ഞാൻ നിങ്ങളെ ഫോളോ ചെയ്യും. അങ്ങനെ ഫോളോ ചെയ്യാൻ അനുവദിക്കുന്നവർ മാത്രം ഈ ക്ലാസ്സിലേക്ക് വന്നാൽ മതി. 100 പേർക്ക് മാത്രമാണ് അഡ്മിഷൻ. ഇന്നും ഒരാൾ അഡ്മിഷൻ എടുത്തിട്ടുണ്ട്. നിലവിൽ 43 44 എനിക്ക് കൃത്യം അറിയില്ല, അത്രയും ആളുകൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. 42 ആൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ഒന്നും ചേർന്നോടുകൂടി 43 44 2-3 ആളുകൾ ഇനിയും നാളെയും മറ്റന്നാളൊക്കെ ജോയിൻ ചെയ്യട്ടെ എന്നുള്ള ക്യൂവിലുണ്ട്. ഞാൻ അങ്ങോട്ട് ആരെയും വിളിച്ച് ബുദ്ധിമുട്ടിക്കില്ല. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ വാട്സപ്പിൽ എനിക്ക് മെസ്സേജ് അയക്കുക. മറ്റത് രണ്ടിൻ്റെയും കോഴ്സിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ആ ലിങ്കിലൂടെ നിങ്ങൾക്ക് ചേരാം, പൈസ അടയ്ക്കാം, ചേരാം. പേടിക്കേണ്ട, അവിടെ ക്ലാസ്സുകൾ ഉണ്ടാവും. ജോയിൻ ചെയ്താൽ ഞാൻ അറിയും, നിങ്ങളെ ഒരു ദിവസത്തിനുള്ളിൽ കോൺടാക്ട് ചെയ്യും, വാട്സപ്പ് ഗ്രൂപ്പിൽ ആഡ് ചെയ്യും. ഈ കോഴ്സിന് നിങ്ങൾ നേരിട്ട് എനിക്ക് വാട്സപ്പ് മെസ്സേജ് അയക്കണം. എനിക്ക് ബോധ്യം വരണം നിങ്ങൾ റെഡിയാണ് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാനെന്ന്.
ഇത് 2025 നിങ്ങൾക്ക് സർക്കാർ ജോലി ഉറപ്പിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങളുടെ ഹാബിറ്റ് ക്രമപ്പെടുത്താൻ ഹാബിറ്റ് ട്രാക്കർ എന്ന് പറയുന്ന ഒരു പ്രോഗ്രാം ഉണ്ട്. നിങ്ങൾക്ക് മെമ്മറി ബൂസ്റ്റ് ചെയ്യാൻ ഒരു 10 ടൈംസ് നിങ്ങളുടെ മെമ്മറി ബൂസ്റ്റ് ചെയ്യുന്ന ടെക്നിക്കുകൾ. അതിശയിപ്പിക്കുന്ന ഒന്നുമില്ല. ആട് മാഞ്ചിയൻ തേക്ക് പദ്ധതിയായിട്ട് ഇവിടെ ഒന്നുമില്ല കേട്ടോ. ഒരു മാജിക് കൊണ്ട് നിങ്ങളെ മാറ്റിയെടുക്കും നോ. പക്ഷേ നിങ്ങൾക്ക് കറക്റ്റ് ടൂള് തരും. നിങ്ങൾക്കൊരു ദിശാബോധമില്ലെങ്കിൽ ടൈം മാനേജ് ചെയ്യാനുള്ള ടൂൾ ഉണ്ടായിരിക്കും. ഒരു 7 ഡേയ്സിന്റെ പ്രോഗ്രാം അതിന് മാത്രമായി നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്യും. ദിവസവും നിങ്ങൾ പഠിക്കുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾക്കൊരു റാങ്ക് മാറിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ റാങ്കിനനുസരിച്ചിട്ട് അതിൽ കുറവ് വന്നു കഴിഞ്ഞാൽ ഞാൻ ഇടപെടും. കംപ്ലീറ്റ് സയന്റിഫിക് ആയിട്ടുള്ള ടൂളുകൾ വെച്ചുകൊണ്ടുള്ള എന്നാൽ കംപ്ലീറ്റ് മെറ്റീരിയലുമുള്ള ഈ പ്രോഗ്രാമിന് ഞങ്ങൾ വാങ്ങുന്നത് കറക്റ്റ് മെന്ററിംഗ് ആണ്. എല്ലാ അർത്ഥത്തിലും 4999 രൂപയ്ക്ക് ഇപ്പം കിട്ടും. താല്പര്യമുള്ളവർ വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക. അതിനുശേഷം നമ്മൾ സംസാരിച്ചു കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് എന്നെയും എനിക്ക് നിങ്ങളെയും ബോധ്യപ്പെട്ടാൽ മാത്രമാണ് ഈ 100ലേക്ക് തിരഞ്ഞെടുക്കുള്ളൂ. ഇത് നമ്മുടെ എക്സ്ക്ലൂസീവ് ബാച്ചാണ്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം. ഇതേ ക്ലാസ് ആയിരിക്കും എല്ലാ ക്ലാസ്സും എടുക്കുന്നത് ഞാനാണ്. അതുകൂടി മനസ്സിലാക്കുക. അതിനൊക്കെ താല്പര്യമുണ്ടെങ്കിൽ മാത്രം വാട്സപ്പിൽ എന്ത് ചെയ്താൽ മതി, മെസ്സേജ് അയച്ചാൽ മതി. എല്ലാ ക്ലാസ്സും ഞാനാണ് കേട്ടോ. ഓക്കെ, അടുത്തതിലേക്ക് പോകാം. അപ്പോൾ പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ. പൊട്ടാസ്യം പെർമാംഗനേറ്റ് തരികൾ അപ്പോൾ ചൂടാക്കുമ്പോൾ സ്വതന്ത്രമാകുന്ന വാതകമാണ് ഓക്സിജൻ. ഇനി നോക്കൂ, SCERT ബുക്കിലുള്ളതാണ്. നമ്മൾ എന്തിനാണ് ഈ സ്വർണം വെച്ചിട്ട് വീട്ടിൽ വെച്ചിട്ട് എന്തിന് നാട്ടിൽ തണ്ടി നടപ്പൂ? നോക്കൂ, ഓക്സിജന്റെ കാര്യം ചോദിച്ചാൽ നിറമുണ്ടോ? ഉണ്ട്. ഇല്ല. ഏതാ? നിറമില്ല, ഗന്ധമില്ല, ജലത്തിൽ ഭാഗികമായി ലയിക്കുന്നു, ജ്വലന സ്വഭാവം, കത്താൻ സഹായിക്കുന്നു. ഇത് വെച്ചിട്ടാടോ ആ ക്വസ്റ്റ്യൻ ഉണ്ടാക്കിയതുണ്ട്. ഞാൻ പറഞ്ഞ SCERT ടെക്സ്റ്റ് ബുക്കിലെ ബോക്സ്, കോളങ്ങൾ, പോയിന്റുകൾ, ഇതാണ് SCERT പരീക്ഷയ്ക്ക് വരുന്നത്. അപ്പം നിറം, രുചി, മണം ഒന്നുമില്ലാത്ത വാതകമാണ് ഓക്സിജൻ. ഭൂവൽക്കത്തിൽ ഏറ്റവും കൂടുതലായി കാണപ്പെടുന്നു. നോക്കൂ, അത് ചോദ്യമായിട്ട് വന്നിരിക്കുന്നു. കണ്ടുവോ? ചോദ്യമായി വന്നു. 10th ലെവൽ 2 പ്രാവശ്യം യൂണിവേഴ്സിറ്റി LGSനും. അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന രണ്ടാമത്തെ മൂലകം, അത് ആ ടെക്സ്റ്റ് ബുക്കിലില്ല, പക്ഷെ മുൻകാല ചോദ്യങ്ങൾ ഇതിനു മുന്നേ വന്നിട്ടുണ്ട്. അത് ഓക്സിജൻ ആണ്. അപ്പൊ അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള വാതകം ഏതാ? നിങ്ങളൊന്ന് കമന്റ് ചെയ്യൂ. അതോ അവിടെ ഞാൻ എഴുതിയിട്ടുണ്ടല്ലേ, അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയ മൂലകം നൈട്രജൻ. ഞാനത് എഴുതണ്ടെന്ന് വിചാരിച്ചതാ, നിങ്ങളോട് ചോദിക്കണം. പക്ഷെ അതാ എടുത്ത് കോപ്പി ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രപഞ്ചത്തിൽ മൊത്തം ദ്രവ്യത്തിന്റെ 3/4 ഭാഗവും അടങ്ങിയിരിക്കുന്ന മൂലകമാണ് ഹൈഡ്രജൻ കേട്ടോ. ആകെ പ്രപഞ്ചത്തെ എടുക്കുകയാണെങ്കിൽ ആ പ്രപഞ്ചത്തിൽ 3/4 ഭാഗവും ഹൈഡ്രജനാണ്. സൂര്യനിൽ കത്തി ജ്വലിക്കുന്ന നക്ഷത്രങ്ങളിലൊക്കെ തന്നെ ഉള്ളത് ഹൈഡ്രജനാണ്. പ്രപഞ്ചത്തിന്റെ 3/4 ഭാഗവും ആരാണ്? ഹൈഡ്രജനാണ്. അത് കഴിഞ്ഞാൽ ഹീലിയം. പക്ഷെ മനുഷ്യ ശരീരത്തിലും ഭൂവൽക്കത്തിലും ഏറ്റവും കൂടുതലുള്ളത് ആരാണ്? മനുഷ്യ ശരീരത്തിലും ഭൂവൽക്കത്തിലും ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജനാണ്. പ്രപഞ്ചത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഹൈഡ്രജൻ, രണ്ടാമത് ഹീലിയം. പക്ഷെ മനുഷ്യ ശരീരത്തിലും ഭൂവൽക്കത്തിലും ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ ഏറ്റവും കൂടുതലുള്ളത് നൈട്രജൻ, 2ാം സ്ഥാനത്ത് ഓക്സിജൻ. അന്തരീക്ഷത്തിൽ എത്രയാ? 21%. അങ്ങനെയാണെങ്കിൽ നൈട്രജൻ എത്ര ശതമാനം? അന്തരീക്ഷ വായുവിൽ ഏറ്റവും കൂടുതലുള്ള അപൂർവ വാതകം ഏതാണ്? അതും കൂടി പറയൂ. ഭൗമോപരിതലത്തിലെ ഘടകമൂലകങ്ങൾ ഓർക്കണം, പലപ്പോഴും പരീക്ഷയ്ക്ക് വരുന്നതാണ്. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ. ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം സിലിക്കൺ. അത് വൻകര ഭൂവൽക്കത്തെയും മറ്റും കുറിച്ച് പഠിക്കുമ്പോൾ അവിടെ 2 വാക്കുകളുണ്ട്. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? ഉള്ളവരൊന്ന് ഓർത്തു വെക്കി. അപ്പൊ ഏറ്റവും കൂടുതലുള്ള രണ്ടാമത്തെ മൂലകം സിലിക്കൺ. ഭൗമോപരിതലത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചാൽ അലുമിനിയമാണ്. ഓക്സിജൻ അലോഹമാണ്. ഓക്സിജൻ വരുന്ന കുടുംബം ഓക്സിജൻ കുടുംബം എന്നാണ്. ഏതൊക്കെയാ ലോഹങ്ങൾ? ഒന്നാമത്തെ കുടുംബം ആൽക്കലി, രണ്ടാമത്തെ കുടുംബം ആൽക്കലൈൻ, പിന്നെ 2 മുതൽ 12 വരെ നീണ്ടു നിരന്ന് കിടക്കുന്ന സംക്രമണ മൂലകങ്ങളുമാണ് ലോഹങ്ങൾ. അത് കഴിഞ്ഞാൽ അലോഹങ്ങളാ. ആ അലോഹങ്ങളിൽ നമ്മൾ കണ്ടു ബി ബോറോൺ, സി കാർബൺ, പിന്നെ അത് കഴിഞ്ഞാൽ നോ നൈട്രജൻ, ഓക്സിജൻ, അത് കഴിഞ്ഞ ഹലോജൻ, പിന്നെ ആരോടും ഉണ്ടാത്ത അലസവാതകങ്ങൾ. സോ സിമ്പിൾ. ഓക്സിജൻ അലോഹമാണ്. അപ്പൊ ഏറ്റവും കൂടുതലുള്ളത് ഓക്സിജൻ ആണ്. പക്ഷെ ഏറ്റവും കൂടുതലുള്ള ലോഹം ഏതാണെന്ന് ചോദിച്ചാൽ അലുമിനിയമാണ്. അപ്പോൾ മറ്റത് ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ഇരുമ്പാണ്. ഭൂമിയുടെ പിണ്ഡത്തിൽ. എന്താ അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? നിങ്ങളൊന്ന് പറയൂ. ഇരുമ്പും
അലുമിനിയവും ലോഹമാണ്. പക്ഷെ ഭൂമിയുടെ പിണ്ഡത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം എന്ന് ഇവിടെ പറയുന്നു. ഏറ്റവും കൂടുതലുള്ള ലോഹം അലുമിനിയമാണെന്നും പറയുന്നു. എന്താണ് അതിൻ്റെ അർത്ഥം? നിങ്ങളൊന്ന് പറയൂ. ഓക്സിജന്റെ കണ്ടുപിടുത്തം, ഓക്സിജൻ കണ്ടുപിടിച്ചത് ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. 1774 പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, ഓർത്തിരിക്കണം നിങ്ങൾ. 1774. എങ്ങനെയാ നമ്പർ ഓർത്ത് വെക്കുക? 1774. ഇതൊക്കെയാണ് നമ്മുടെ ക്ലാസ്സിൽ നിങ്ങളെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുക. 1774 എന്നുള്ള നമ്പർ ഓർത്ത് വെക്കണം. സിമ്പിളാണ്. ഞാനൊരു വഴി പറയാം. 1774 അല്ലേ? 1 ഉണ്ട്, 7 ഉണ്ട്, 7 ഉണ്ട്, 4 ഉണ്ട്. നമ്പർ പെക്കുന്നൊരു വഴിയുണ്ട്. 6 വഴിയുണ്ട്. നിങ്ങൾക്ക് ബന്ധപ്പെട്ടൊരു വഴിയിൽ ഈ വഴി പറ്റുമോ നോക്കൂ. 1 എന്ന് പറഞ്ഞാൽ ക്യാൻഡിലാണ്. എപ്പോഴും ഇനി 1ന് ക്യാൻഡിൽ എന്ന് ഓർക്കുക. 7 എന്ന് പറഞ്ഞാൽ കൊടിയാണ്. 4 എന്ന് പറഞ്ഞാൽ ബോട്ടാണ്. 1 എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ, 7 എന്ന് പറഞ്ഞാൽ 2 കൊടി, 4 എന്ന് പറഞ്ഞാൽ ബോട്ട്. 1774 ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. എങ്ങനെയാണ് ഓക്സിജനെ നമ്മൾ കണക്ട് ചെയ്യുക? 7 കൊടിയല്ലേ, 1 എന്ന് പറഞ്ഞാൽ ക്യാൻഡിൽ അല്ലേ? നിങ്ങൾ ആലോചിക്കൂ, ഒരു തോണി. ആ തോണിയിൽ ആര് പോവുകയാണ്? ജോസഫ് പ്രീസ്റ്റ്ലി പോവുകയാണ്. ഒരു മെഴുകുതിരി കത്തിക്കുന്നുണ്ട്. ആ തോണിയിൽ 2 കൊടികൾ ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട് കാണുന്നതിന് വേണ്ടിയിട്ട്. ഇവിടെ ഒരു മെഴുകുതിരി ഉണ്ട്, ഇവിടെ 2 കൊടിയുണ്ട്, ഇങ്ങനെ പാറി നിൽക്കുന്നുണ്ട്. അവിടെ ജോസഫ് പ്രീസ്റ്റ്ലി ഇങ്ങനെ ഇരുന്ന് പോവുകയാണ്. എന്തിനാ പോകുന്നത്? തോണിയിലാണ് പോകുന്നത്. അതിന് ഓക്സിജനുമായിട്ട് എന്താണ് ബന്ധം? ആ ഓക്സിജനുള്ള ജലത്തിലൂടെയല്ലേ? ഹൈഡ്രജനും ഓക്സിജനും ഉള്ളത് എവിടെയാ? ജലത്തിലല്ലേ? ആ ജലത്തിൽ ഇങ്ങനെ ഓക്സിജൻ കുമിളകൾ ഇങ്ങനെ വരികയാണ്. ഇത് ജോസഫ് പ്രീസ്റ്റ്ലി കാണുകയാണ്. ആ തോണിയുടെ പ്രത്യേകത എന്താ? മനസ്സുക്കാണ് ജസ്റ്റ് എന്താണ്? മെഴുകുതിരി, 2 കൊടികൾ. ഇതൊന്ന് എഴുതി വെച്ചതിന് ശേഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. നിങ്ങൾ മറക്കില്ല, ഈ കഥ നിങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ. ഇനി ഇതിനെ ഓക്സിജനുമായിട്ടൊന്ന് കണക്ട് ചെയ്യും കൂടി ചെയ്ത് നോക്ക്. 1774. ആകെ 2 മിനിറ്റ് എടുത്തുള്ളൂ. ബോഡി പോവരുത് നമ്മൾ ഒന്നിലും. ഇപ്പൊ ജോസഫ് പ്രീസ്റ്റ്ലിയാണ്. ഓക്സിജൻ എന്നുള്ള വാക്കിന്റെ അർത്ഥം എന്താണ്? ആസിഡ് ഉണ്ടാക്കുന്നത് എന്ന അർത്ഥം വരുന്ന ഓക്സിജീൻ എന്നുള്ള വാക്കിൽ നിന്നാണ് അത് വന്നിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു കാര്യം ചെയ്യണം. ജോസഫ് പ്രീസ്റ്റ്ലി അല്ല, കാൾ വില്യം ഷീലെ ആണെന്ന് ഡിഗ്രിക്കൊക്കെ ചോദിച്ചിട്ടുണ്ട്. കാൾ വില്യം ഷീലെ ആണെന്നും പറയാറുണ്ട്. അപ്പോൾ ജോസഫ് പ്രീസ്റ്റ്ലി ഉണ്ടെങ്കിൽ ജോസഫ് പ്രീസ്റ്റ്ലിയുടെ പേര് എഴുതുക, ഇല്ലെങ്കിൽ കാൾ വില്യം ഷീലേനെ എഴുതുക കേട്ടോ. ഓക്കെ, അയാൾ ഇല്ലെങ്കിൽ. ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആംശിക സ്വേദനം. ഓക്സിജൻ നിർമ്മിക്കുന്ന പ്രക്രിയയ്ക്ക് പറയുന്ന പേരാണ് ആംശിക സ്വേദനം. ഇനി ഓക്സിജന്റെ ഉപയോഗങ്ങളും O3യും ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഞാനത് ക്ലാസ് എടുക്കുന്നില്ല, ജസ്റ്റ് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലായോ എന്ന് പറയൂ. ഞാൻ ഇതിന്റെ PDF തരുന്നുണ്ട്. PDF തന്നതിന് ശേഷം നാളെ തരുള്ളൂ. ഇന്നിപ്പോൾ ക്ലാസ് കാണുക. നാളെ ഇതിന്റെ PDF കണ്ടിട്ട് വായിച്ച് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ എന്ന് നിങ്ങളൊന്ന് പറയൂ. ഓക്കെ, താങ്ക് യു. ഇപ്പൊ ക്ലാസ് അവസാനം വരെ കണ്ടിട്ടുണ്ടെങ്കിൽ പറയാ, ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പറയാ, ക്ലാസ്സിൽ വല്ല മെച്ചങ്ങളും മാറ്റങ്ങളും വരുത്തണമെങ്കിലും പറയാം. അതിനിടയിൽ ഒരാൾ പറഞ്ഞിരുന്നു ഓരോ സബ്ജക്റ്റ് വൈസ് ആയിട്ട് എടുക്കണമെന്ന്. അത് പരീക്ഷ കഴിഞ്ഞ് എടുക്കുള്ളൂ, അല്ലാതെ സാധിക്കില്ല. ഓക്കെ, ഒരു ക്ലാസ് എടുക്കണമെങ്കിൽ തന്നെ അതിൻ്റെ പിന്നിൽ ഒരുപാട് വർക്ക് നടത്തിയിട്ടാണ് നമ്മളൊരു ക്ലാസ് എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഒരു 2-3 മണിക്കൂർ നിങ്ങൾക്കായിട്ട് നീക്കി വെക്കുന്നുണ്ട്. ഒരു സൗജന്യ പരിപാടിക്കാണ് നമ്മൾ ഈ 3 മണിക്കൂർ നീക്കി വെക്കുന്നതെന്ന് മനസ്സിലാക്കുക. താങ്ക് യു ആൾ. വീണ്ടും നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.